പതിവ് പ്രഭാഷണ ശൈലികളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് കർത്താവിന് നിങ്ങളോട് സംസാരിക്കാൻ നിയോഗം തന്ന ഒരു ഗൗരവമായ വിഷയത്തെ നമ്മൾ അല്പനിമിഷം ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. ഞാനും ഇളകി നിങ്ങളെ ഇളക്കി ഒരു വലിയ ബഹളം സൃഷ്ടിക്കാതെ ശാന്തമായ ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് തിരുവെഴുത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയിൽ എൻ്റെ നോട്ടിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. എഴുതിയെടുക്കണം, കഴിയുന്നവരെല്ലാവരും അത് എഴുതിയെടുക്കണം. നമ്മൾ ദൈവസന്നിധിയിലാണ്. സ്തോത്രം. ഈ ദൈവസന്നിധിയിലൊക്കെ വരുമ്പോൾ ചെറിയൊരു പേനയും പേപ്പറൊക്കെ കൈ കരുതുന്നത് നല്ലതാണ്. സ്തോത്രം. കാരണം നിങ്ങളോട് ഏത് ശുശ്രൂഷകൻ സംസാരിക്കുന്ന വചനവും ഹൃദയത്തിൽ ഇടപെടുന്നത് ഒരു പേപ്പറിൽ, ഒരു ചെറിയ ഡയറിയിൽ എഴുതി സൂക്ഷിച്ചാൽ ചിലപ്പോൾ അന്നേരം നിങ്ങൾക്കത് പ്രയോജനപ്പെടില്ല. പക്ഷെ ഒരു പ്രവാചകനോ പ്രഭാഷകനോ ഒന്നും വരാത്ത ചില കഷ്ടങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ പേപ്പറിൻ കഷണം വരെയും നമുക്കതൊരു ബലമായി മാറും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കഴിയുന്ന പരമാവധി എല്ലാവരും എഴുതിയെടുക്കണം. ഒരു ക്ലാസ് മെത്തേഡിലായിരിക്കും മുൻപോട്ട് പോകുന്നത്. ക്ലാസ്സാന്ന് ഓർത്തുകൊണ്ട് ഉറങ്ങാനുള്ള സാവകാശമൊന്നുമില്ല. അമ്മേ, എന്തുകൊണ്ടാണ് ഇതൊരു ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ചില നൊമ്പരങ്ങളുടെ നടുവിൽ ചില വിഷയങ്ങളിൽ ഇടപെട്ട് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അല്ല പലരും ഒരു കൗൺസിലിങ്ങിനെന്ന വണ്ണം പ്രാർത്ഥനയ്ക്കെന്ന വണ്ണം അടുത്തേക്ക് വന്നപ്പോൾ അവരെ പ്രാർത്ഥിച്ച് വിടാൻ മാത്രമല്ല, കുടുംബങ്ങൾ തകർന്നവരായി, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായവരായി ഒരുപാട് പേരോടുള്ള ഈ സമീപകാലത്തെ ശുശ്രൂഷ ബന്ധം കർത്താവിനെ കൊണ്ടുവന്ന് എത്തിച്ചത് ഒരു ഗൗരവമേറിയ പഠനം സഭയ്ക്ക് അനിവാര്യമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ദൈവജനം ദൈവവചനവുമായി ആഴമായ ബന്ധമുണ്ടായിരിക്കണം. നിരവധി നമുക്ക് ലൈവ് ഈ മീറ്റിംഗ് പോകുന്നുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ പരിജ്ഞാനത്തോടെ വാക്കുകളൊക്കെ ഒന്ന് പരിമിതപ്പെടുത്തിയിട്ട്, എന്നാൽ എല്ലാ ഭാഗവും പിടിച്ച് നിർത്താനല്ല, എല്ലാവർക്കും അത് പ്രയോജനമാകണം. അതുകൊണ്ട് തികച്ചും ദൈവനിയോഗത്തോടെ ഞാൻ ഈ വാക്കുകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നു, ഡെലിവറൻസുകൾ നടക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ നാമും നമ്മുടെ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങളിലും, നമ്മളുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, കുടുംബമാണെങ്കിൽ ബിസിനസ്, ജോലി, വിദ്യാഭ്യാസം, ഭാവി, വിദേശയാത്ര, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളുമായി ഇതെല്ലാം വിടുതലും നന്മകളൊക്കെ കാണുമ്പോഴും ഒരുപാട് കുടുംബ തകർച്ചകൾ നമ്മളുടെ ഇടയിൽ പതിവായി വരുന്നു. സ്തോത്രം. ഡൈവോഴ്സിനൊരു വാക്യമില്ലാത്തത് കൊണ്ട് ഒരു കെട്ടിടത്തിനകത്ത് സഹിച്ചു കഴിയുന്ന ഒരുപാട് പേർ, ശുശ്രൂഷയിലായി പോയത് കൊണ്ട് ബന്ധം വേർപെട്ടാൽ ദൈവനാമം ദുഷിക്കുമല്ലോ എന്ന ഭയത്തിൽ പലതും സഹിക്കുന്നവർ, ഒരുപാട് ദൈവമക്കൾ, ഒരുപാട് അഭിഷിക്തന്മാർ, കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. അപ്പോഴും അവർക്കൊരു 100% വേദികളിൽ അവർ പെർഫോം ചെയ്യുന്നു, കൂട്ടായ്മകളിൽ വരുന്നു, എൻജോയ് ചെയ്യുന്നു, കടന്നു പോകുന്നെങ്കിലും കുടുംബ ബന്ധങ്ങൾ പലയിടങ്ങളിലും തകർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു ആത്മഭാരവും ആ ദുഃഖവും ഉള്ളിലടങ്ങിയപ്പോഴാണ്, അതിനോടുള്ള ആ ദുഃഖത്തോടെ ഭാരത്തോടെ ദൈവസന്നിധി ഇരുന്നപ്പോഴാണ് കർത്താവ് ചില വചനങ്ങളെ തന്നു ജനത്തെ പണിയേണ്ടതിന്. അത് പങ്കുവെക്കാനുള്ള നിയോഗങ്ങൾ ആരോട് ഷെയർ ചെയ്യണം, എവിടെ എത്തിക്കണം. ഞാനും എൻ്റെ ഒഡീഷയിൽ എൻ്റെ പ്രവർത്തകരോടുള്ള ബന്ധത്തിലാണ് ഇതിനൊരു നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം ആവേശത്തിരയിളക്കത്തിൽ പറഞ്ഞു പോകാനുള്ളതല്ല, ശാന്തമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പങ്കുവെക്കാനുള്ള ഭാഗമാണ്. ഇതൊരു ശുശ്രൂഷ വൃന്ദങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണെങ്കിലും അമ്മേൻ, ഈ ദിനങ്ങളിൽ പല സഭകളിൽ ഇത് പങ്കുവെക്കാൻ ദൈവം ഒരു ഗൈഡൻസ് നൽകുന്നത് കൊണ്ട് ഞാനിതിൻ്റെ തലവാചകമൊന്ന് മാറ്റിയിട്ടുണ്ട്. കുടുംബം അതൊരു സ്വർഗമാകണം. കുടുംബം ഒരു സ്വർഗമാണ്. ശാന്തമായി സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് കരുതുകയാണ്. അമ്മേൻ. ബാക്കി നമുക്കെല്ലാ ഡെലിവറൻസ് മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ തുടർമാനമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ പഠനം വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിയൊരു കാര്യം, അമ്മേൻ, എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും, ഇന്നത്തെ ആത്മീയ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അമ്മേൻ, എല്ലാ കുടുംബങ്ങളും അവർ ഈ പ്രവചനവുമായി റിലേറ്റഡ് ആണ്. ദൂതുമായി അവർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്.
ദൂത് തെറ്റല്ല, ഞാനും ഒരു പ്രവാചകനാണ്. എൻ്റെ ബാല്യകാലം മുതലേ ദൈവം എന്നെ ഏൽപ്പിച്ച പ്രവാചക ശുശ്രൂഷകൾ ഇന്നും നിർവഹിക്കുന്നുണ്ട്. ഞാൻ പ്രവചനങ്ങളെ വിരോധിക്കുകയല്ല, എന്നാൽ അതിന് കൊടുക്കേണ്ട മാനം കൊടുക്കുകയും കൊടുക്കേണ്ട സ്ഥാനത്ത് തന്നെ അതിനെ നിർത്തുകയും വേണം. എപ്പോഴും ഞാനും നിങ്ങളുമായിട്ടുള്ള നമ്മളും ദൈവവുമായിട്ടുള്ള ആത്മീയ ജീവിതത്തിനകത്ത്, ആത്മീയ ബന്ധത്തിനകത്ത് പ്രവചനത്തിന് എപ്പോഴും രണ്ടാം സ്ഥാനമാണുള്ളത്. പ്രവചനത്തിന് എപ്പോഴും രണ്ടാം സ്ഥാനമാണ്. ഡയറക്റ്റ് നൽകിയത്, രേഖയായി നൽകിയത് ദൈവത്തിൻ്റെ തിരുവെഴുത്താണ്. ദൈവത്തിൻ്റെ തിരുവെഴുത്ത്. നമ്മുടെ കുടുംബജീവിതം എങ്ങനെ നയിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രവചനങ്ങളല്ല. പ്രവചനങ്ങളിൽ അതില്ല. ഇന്നത്തെ പ്രവചനങ്ങളിൽ അതില്ല. അമ്മേൻ. ഇന്നത്തെ പ്രവചനങ്ങളെല്ലാം നമ്മളെ ആവേശം കൊള്ളിക്കുന്നതും വൈകാരികമായി നമ്മളെ ഇളക്കുന്നതും അമ്മേൻ നമുക്ക് മനോധൈര്യമൊക്കെ നൽകുന്നുണ്ടെങ്കിലും ഒരു യാഥാർത്ഥ്യ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പലപ്പോഴും ഇവയൊന്നും മതിയാകുന്നില്ല. സ്തോത്രം. ദൈവവചനമായൊരു കുടുംബജീവിതങ്ങളിൽ ദൈവവചനത്തിന് പ്രാധാന്യമുള്ളത് എവിടാന്നറിയാമോ? അമ്മേൻ. കല്യാണവേദികളിൽ മാത്രമാണ്. കല്യാണവേദികൾ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കുന്ന ചെറുക്കനും പെണ്ണും അത് കേൾക്കാനുള്ള മനോഭാവത്തിലല്ല. അവർക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥയില്ല. സ്തോത്രം. ഞാൻ ഇന്നലെ എൻ്റെ ഒരു സ്നേഹിതൻ്റെ വിവാഹം പങ്കെടുത്തു. വാസ്തവത്തിൽ ആ ദൈവദാസൻ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇരുന്ന് മയങ്ങാൻ സമ്മതിക്കാതെ ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് വിളിച്ച് മുമ്പിൽ നിർത്തിയിട്ട് അരമണിക്കൂറത്തെ പ്രസംഗം അവരോട് തന്നെ പ്രസംഗിച്ചു. നേരിട്ട് തന്നെ ടി ജെ സാമുവൽ സാറ് രണ്ടുപേരെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരോട് തന്നെ പറഞ്ഞു. കാരണം സൈഡിൽ ഇരുന്ന് കഴിഞ്ഞ് ഇവർക്കിത് കേൾക്കാനുള്ള, ഇവർ ക്യാമറമാൻ ഇങ്ങോട്ട് പറയും, ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്ക്. അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തും അമ്മേൻ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചിന്തിച്ച് അവർ. നമ്മുടെ ഇന്ന് കല്യാണത്തിലെ പ്രസംഗങ്ങൾ നമ്മൾ അന്ന് ഓർമ്മ പോലും ഇല്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ഇരുന്ന് കാണുമ്പോഴാണ് ദൈവമേ ഇങ്ങനെയൊക്കെ എന്താ അന്ന് പറഞ്ഞതെന്ന് പിന്നീടാണ് ചിന്തിക്കുന്നത്. അപ്പൊ കുടുംബത്തെ സംബന്ധിച്ച ഉപദേശങ്ങളും പ്രബോധനങ്ങളും താക്കീതുകളൊക്കെ ആ വേദി കൊണ്ട് തീരുകയും വേദി വിട്ട് ഒരു സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അടുത്ത ദിവസം നേരം വെളുക്കുമ്പോൾ മുതലേ ഇവരെ ദൂതുകളാണ് നിയന്ത്രിക്കുന്നത്. ഒന്ന് പ്രഗ്നൻ്റ് ആയി പോയി കഴിഞ്ഞ ഉടനെ അതിനകത്ത് പ്രവാചകനുണ്ട്, പാട്ടുകാരനുണ്ട്, ഗായകനുണ്ട്, അപ്പോസ്തലനുണ്ട്, മറ്റൊരു ഏലിയാവുണ്ട്, മറ്റൊരു അപ്പോസ്തലനുണ്ട്, അല്ലേ? അപ്പം നിന്റെ കുടുംബം എന്തായിത്തീരും, നിന്റെ കുടുംബം ഇവിടുന്ന് പറയപ്പെടും, മറ്റു രാജ്യത്ത് നടപ്പെടും, ഇങ്ങനെയൊക്കെ പറ. ദൂതുകൾക്കല്ല, ആമേൻ, ഞാൻ അതിനെ വിരോധിക്കുന്നില്ല. പക്ഷേ ദൈവവചനത്തിൻ്റെ സ്ഥാനമില്ലായ്മ പല ബന്ധങ്ങളും ഇന്ന് ആവേശത്തിലെ ഇളക്കത്തിൽ കോടികൾ മുടക്കി, ലക്ഷങ്ങൾ മുടക്കി, ആർഭാടങ്ങളിൽ ആരംഭിച്ച പലതും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. എന്നാൽ സിയോൺ സിറ്റി റിവൈവൽ ചർച്ചിലുള്ള ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളെ തൊടാനോ നമ്മുടെ കുടുംബങ്ങൾ തകർച്ചയാകാനോ പാടില്ല. കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. അതിനാണ് ഇങ്ങനെയൊരു പഠനത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വരുന്നത്. വിവിധങ്ങളായ കുടുംബം സംബന്ധിച്ച ഭാരങ്ങൾ വഹിക്കുന്നവർ ചിലപ്പോൾ ഇന്ന് പകൽ ഈ ആലയത്തിൽ വന്നിട്ടുണ്ടാകാം. നിങ്ങൾ ഈ ആരാധന കഴിഞ്ഞ് മടങ്ങുന്നത് ഒരു ജയത്തിലേക്കായിരിക്കും. തകരാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വാസത്തോടെ രാമൻ പറഞ്ഞാട്ടെ. നമ്മുടെ കുടുംബങ്ങൾ നരകമല്ല, നമ്മളുടെ കുടുംബങ്ങൾ സ്വർഗമാകണം. നമ്മുടെ കുടുംബം ഒരു സ്വർഗമാണ്. അതാണ് കർത്താവ് വിഭാവന ചെയ്തിരിക്കുന്ന ഭവനം. സ്വർഗതുല്യമായിരിക്കണം. നമുക്ക് പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് കടന്നു വരാം. അടുത്ത സ്ലൈഡിലേക്ക് വരാം. അമ്മേൻ ഒരു ആമുഖമായി തുടങ്ങി മുൻപോട്ട് പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട അതിമഹത്തായ 2 സ്ഥാപനങ്ങളാണ്. ഏതൊക്കെ? ഒന്ന് കുടുംബം, 2 സഭ. ആദ്യത്തേത് കുടുംബം, രണ്ടാമത്തേത് സഭ. ദൈവം താൻ നേരിട്ട് സ്ഥാപിച്ച 2 സംവിധാനങ്ങളാണ് കുടുംബം, സഭ. അപ്പോൾ മനസ്സിലാക്കണം, ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട 2 സ്ഥാപനങ്ങൾ കുടുംബമാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട സത്യം, പിശാചിനാൽ തകർക്കപ്പെടാൻ പിശാച് ലക്ഷ്യം വെക്കുന്ന ഈ ഭൂമിയിലെ അതിമഹത്തായ 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് കുടുംബം, 2 സഭ. സഭയെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുടുംബങ്ങളിലൂടെ, കുടുംബങ്ങളെ ശിഥിലമാക്കുന്നതിലൂടെ, ബലഹീനരായ കൂട്ടങ്ങളെ കൊണ്ടുവന്ന് സഭയെ ദുർബലപ്പെടുത്താൻ നോക്കുമ്പോൾ, അമ്മേൻ, ദൈവമക്കൾ മനസ്സിലാക്കണം,
പിശാച് തകർക്കാൻ ശ്രമിക്കുന്ന രണ്ട് മേഖല: കുടുംബം, സഭ. ദൈവം പണിത ആദ്യ കുടുംബം തന്നെ തകർത്തുകൊണ്ടാണല്ലോ, ആ കുടുംബ ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ ആ ദൈവം ആക്കി വെച്ച മനോഹര തോട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണല്ലോ പിശാചും തന്റെ പ്രവൃത്തികൾ ആരംഭിച്ചത്. ദൈവം ഒരു കാര്യം ഇടപെടാൻ, ദൈവം ഒരു സമൂഹത്തെ വർദ്ധിപ്പിക്കാൻ, ദൈവം ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ, ഒരു രാജ്യം സ്ഥാപിക്കാൻ, ഭൂമിയെ പരിപാലിക്കാൻ ദൈവം ആദ്യം വെച്ചത് ആദാമിനെ ഒറ്റയ്ക്കാക്കി അധികാരം കൊടുത്ത് നിർത്തുകയല്ല, ആദാമിൽ മറഞ്ഞിരുന്ന കുടുംബത്തെ. ആദാമിനെ ഉറക്കിക്കിടത്തിട്ട് എല്ലെടുത്തെന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. പക്ഷേ ആദാമിനെ മയക്കിക്കിടത്തിയിട്ട് അവനിൽ നിന്നൊരു കുടുംബമാണ് പുറത്തു കൊണ്ടുവന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട രണ്ട് സ്ഥാപനങ്ങൾ. ഏതെങ്കിലും മേഖലകൾ കുടുംബ തകർച്ചകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ പറയണം, എൻ്റെ കുടുംബം സ്ഥാപിച്ചത് ദൈവമാണ്, തകർക്കാനൊരു പിശാചിനും അനുവാദമില്ല, അതിനെ ഇടം കൊടുക്കാൻ പാടില്ല. ആമേൻ. കുടുംബ ബന്ധത്തിന്റെ സ്ഥാപകൻ ദൈവമാണ്. ദൈവത്താലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. കുടുംബ ബന്ധത്തിന്റെ സ്ഥാപകൻ ദൈവമാകയാൽ ഇതിൻ്റെ ഭരണാധികാരിയും ഇതിൻ്റെ പരമാധികാരിയും നമ്മുടെ കർത്താവ് മാത്രമാണ്. ആമേൻ. കുടുംബജീവിതത്തിന്റെ സ്ഥാപകൻ ദൈവമാകിയാൽ ഇതിൻ്റെ ഭരണാധികാരിയും ഇതിൻ്റെ പരമാധികാരിയും ആര് മാത്രമാണ്? ദൈവമാണ്. ദൈവങ്ങളെ പണമല്ല വീടിനെ ഭരിക്കേണ്ടുന്നത്. സ്തോത്രം. നിങ്ങളുടെ എഡ്യൂക്കേഷൻ അല്ല നിങ്ങളുടെ കുടുംബം ഭരിക്കേണ്ടുന്നത്. നിങ്ങൾ ജ്ഞാനിയായിരിക്കാം, പണ്ഡിതനായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രൊഫഷൻ അല്ല നിങ്ങളുടെ കുടുംബത്തെ ഭരിക്കേണ്ടുന്നത്, വാഴേണ്ടുന്നത്. നമ്മുടെ ഭരണങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലാണ്. ദൈവമാണ് നമ്മുടെ കുടുംബത്തെ ഭരിക്കണം. 127 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 127 സങ്കീർത്തനം 1-ാമത്തെ വാക്യം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവന് വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. ഈ രണ്ട് വാക്കുകൾ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, ഈ വാക്യം നമുക്ക് നൽകുന്ന പാഠം എന്ന് പറഞ്ഞാൽ, കുടുംബം ദൈവാധിപത്യമുള്ളതായിരിക്കണം. കുടുംബം ദൈവാധിപത്യമായിരിക്കണം. കുടുംബം പണാധിപത്യമല്ല. കുടുംബം നമ്മുടെ ജാതിയുടെ ആധിപത്യമല്ല. കുടുംബത്തെ ഭരിക്കേണ്ടുന്നത് ദൈവമായിരിക്കണം. നിങ്ങളുടെ വീട്ടിനകത്ത് ഈ കാല് വെക്കുമ്പോഴേ മനസ്സിലാകണം ഇത് ദൈവാധിപത്യമുള്ള കുടുംബങ്ങളാണെന്ന്. ചിലയിടത്ത് കയറി ചെല്ലുമ്പോൾ അവരുടെ പ്രൊഫഷനാണ് ആ കുടുംബത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പണമാണ് കുടുംബത്തെ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ജാതി മഹിമയാണ് കുടുംബത്തെ ഭരിക്കുന്നത്. അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലയായിരിക്കാം അവരുടെ കുടുംബത്തെയും അവരുടെ സാമ്രാജ്യത്തെയും ഭരിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ വീടുകളൊന്നും അല്ല യഥാർത്ഥ കുടുംബം. മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തിന്റെ ഭരണാധികാരി ദൈവമാണ്. ഈ രണ്ട് വാക്യങ്ങളിൽ ഈ 1-ാമത്തെ വാക്യത്തിൽ 3 ആഴമായ അർത്ഥങ്ങൾ കിടപ്പുണ്ട്. ഒന്ന്, നമ്മുടെ കുടുംബം ദൈവ സാന്നിധ്യമുള്ള കുടുംബം. ദൈവാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ എന്തുണ്ടാകണം? ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ആമേൻ. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. നോക്കൂ, നിങ്ങൾ നോക്കണം, 2-ാമത്തെ ഭാഗം പറയുന്നു, യഹോവ വീട് പണിയണം. യഹോവ വീട് പണിയണമെങ്കിൽ അതിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. 2, ദൈവത്തിൻ്റെ ഭരണമുണ്ടാകണം. വാക്യത്തിലേക്ക് പോകണമെന്നില്ല, ആ വാക്യം ഡിസ്പ്ലേ ചെയ്യണ്ട, കാരണം മറ്റേത് മാറിപ്പോകും. സ്തോത്രം. ഓക്കെ, എനിക്കതൊരു സഹായമാണ് ഇതിങ്ങനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം, ദൈവാധിപത്യമാണ്. നിങ്ങൾ സ്വയപരിശോധന ചെയ്യണം. സന്ധ്യപ്രാർത്ഥന ഉണ്ടായിരിക്കാം, പ്രഭാത പ്രാർത്ഥന ഉണ്ടായിരിക്കാം. എത്ര വീടുകളിൽ സന്ധ്യപ്രാർത്ഥനയുണ്ട്? ധൈര്യമായിട്ട് കരം ഉയർത്തണം. ലൈവാണെന്നോർത്ത് കരം ഉയർത്തരുത്. പ്രഭാത പ്രാർത്ഥനയുള്ള വീടുകൾ കണ്ടോ? എണ്ണം കുറഞ്ഞത് കണ്ടോ? പ്രഭാത പ്രാർത്ഥന, കുടുംബം ഒന്നടങ്ങിരുന്ന് പ്രാർത്ഥിക്കുന്ന. പണ്ടൊക്കെ ഞങ്ങൾ എഴുന്നേൽക്കുന്നത് കുടുംബ പ്രാർത്ഥനയുടെ പാട്ട് കേട്ടാണ്. പ്രഭാത പാട്ടുകൾ ഇന്ന് പലർക്കും അറിയില്ലല്ലോ. പ്രഭാതത്തിൽ പാടുന്ന പാട്ടുകൾ അറിയാമോ? നമുക്കാകെ ഇങ്ങനെ നിന്ന് മയങ്ങി വീഴാനുള്ള കുറേ പാട്ടുകൾക്ക് ഞാനെതിരല്ല, പാട്ടുകാർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ഈ ദിവസങ്ങളിൽ പാട്ടുകാരോടൊക്കെ ശക്തമായി സംസാരിക്കുന്നൊരു കാര്യമുണ്ട്. എല്ലാ പാട്ടൊന്നും പാടാൻ നമുക്ക് അനുവാദമില്ല കേട്ടോ. വചനത്തിൽ പാട്ടാണെങ്കിൽ ജോയലെ 3 കാര്യം എത്താൻ മതി. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാട്ടാണെങ്കിൽ
സാധാരണക്കാരൻ യേശുദാസിന് പാട്ട് പാടി, എം ജി ശ്രീകുമാറിന് പാട്ടാണെങ്കിൽ, ചിത്രയ്ക്ക് പാട്ടാണെങ്കിൽ 3 കാര്യം എത്താമേ: ശ്രുതി, ലയം, താളം. പക്ഷെ ആത്മീയൻ്റെ പാട്ടിന് 3 അല്ല 4 കാര്യം വെക്കണം. 4 കാര്യം വെക്കണം. ഏതാണ് 4 കാര്യം? ശ്രുതി, ലയം, താളമല്ല, ശ്രുതി, ലയം, താളം, ചട്ടം വെക്കണം. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നെന്നാണ്. ചട്ടം വെക്കാത്തൊന്നും പാടാൻ നമുക്ക് അനുവാദമില്ല. 4 കാര്യമാണ്. ചട്ടം വെക്കണം. അമ്മയും പറഞ്ഞാട്ടെ. സ്വത്രം. ഞാനിത് പാട്ടുകാർക്കുള്ള ക്ലാസ്സല്ല, ഞാൻ ആ ഭാഗം വിടുകയാണ്. എങ്കിലും അമ്മേ, ഒരു കാര്യം ദൈവമക്കളെ, നമ്മുടെ വീടുകളിൽ പ്രഭാത പ്രാർത്ഥനകൾ നിർബന്ധമായിരിക്കണം. പ്രഭാത പ്രാർത്ഥനകൾ, ദൈവാദി കൂട്ടായ്മകൾ നടക്കുന്നുണ്ടായിരിക്കാം, സങ്കീർത്തനം വായിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഈ ആലയത്തിൽ കിട്ടുന്ന ആനന്ദം നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെ കൂട്ടായ്മകളിൽ പണിതെടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഈ ആലയത്തിലേക്ക് നമ്മൾ തിങ്കളാഴ്ച നമ്മുടെ മീറ്റിങ്ങിൽ, വെള്ളിയാഴ്ച നമ്മുടെ മീറ്റിങ്ങിൽ, ഞായറാഴ്ച നമ്മുടെ സഭായോഗത്തിൽ കിട്ടുന്ന ആത്മീയ സന്തോഷം നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. അതൊക്കെ ഒരു തരം അഡ്ജസ്റ്റ്മെന്റ് മാത്രമായി, ഒരു ചടങ്ങ് മാത്രമായി അവസാനിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ദൈവാധിപത്യമുള്ളതായിരിക്കണം. ആത്മീയ അന്തരീക്ഷം. അവിടെ 3 കാര്യമാണ് ഈ വാക്യം നമുക്ക് നൽകുന്ന പാഠം. ഞാനതിനെ വിശദീകരണ വിധേയമാക്കുന്നില്ല. വളരെ വേഗം മുന്നോട്ട് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം അതിപ്രധാനമായത് 3 കാര്യമാണ്. ദൈവാധിപത്യത്തിന് കീഴിൽ 1 ദൈവസാന്നിധ്യം ഉണ്ടാകണം, 2 ദൈവം ഭരിക്കണം, ദൈവഭരണം ഉണ്ടാകണം, 3-ാമത്തേത് ദൈവം കാക്കണം. യഹോവ വീട് പണിയെന്ന് പറയാം. യഹോവ വീട് പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. അപ്പോൾ കാവൽ ദൈവത്തിന് മാത്രമായിരിക്കണം. ഒരു കാര്യം പറയാം മക്കളെ, ദൈവമക്കളെ, സഹോദരങ്ങളെ, ദൈവാധിപത്യമുള്ള കുടുംബങ്ങളെ തകർക്കാൻ ഒരു അന്ധകാര മണ്ഡലത്തിനും കഴിയത്തില്ല, ഒരു സംശയ രോഗത്തിനും കഴിയത്തില്ല. സംശയങ്ങൾ അവിടെ പ്രവേശിക്കില്ല, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകത്തില്ല. ദൈവാധിപത്യമുള്ള കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. നിങ്ങൾ നോക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ ഭാഗങ്ങളും, വിശുദ്ധ വേദപുസ്തകത്തിലെ ഒട്ടുമിക്കൽ എല്ലാ സന്ദേശങ്ങളും, ബൈബിളിലെ എല്ലാ പഠിപ്പിക്കലുകളും കുടുംബം എന്ന ആ മഹത്തായ അനുഭവത്തെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ 7 സന്ദേശം എടുത്ത് നോക്കൂ, അതിനെല്ലാം പഠിപ്പിക്കാൻ ഉദാഹരണമാക്കി എടുക്കുന്ന എന്താണ്? കുടുംബമാണ്. ദൈവരാജ്യം, സഭ, നിത്യത, ദൈവിക ബന്ധം. ഇങ്ങനെ ബൈബിൾ മുന്നോട്ട് പഠിപ്പിക്കുന്ന എല്ലാ സന്ദേശങ്ങളെയും, എല്ലാ പ്രധാന പഠനങ്ങളെയും കുടുംബമെന്ന ആ പവിത്രമായ ബന്ധത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അതിനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലായിടും നോക്കിയാൽ അറിയാം, ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ പറയുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് വരികയാണ്. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ മണവാളൻ മണവാട്ടി ബന്ധത്തിലേക്ക്, ഒരു വലിയ വിവാഹത്തിലേക്ക്, നിത്യമായി മണിയറയിലേക്ക് പ്രവേശിക്കുന്ന ആ ആനന്ദ നിമിഷത്തിലേക്ക് ഒക്കെ വിരൽ ചൂണ്ടുമ്പോൾ കുടുംബമെന്ന ആ മഹത്തായ സംവിധാനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ബൈബിളിൽ അതിപ്രധാനമായ പാഠങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത്. നമുക്കൊരു ചോദ്യത്തോടുകൂടെ തുടങ്ങാം. നിങ്ങൾക്ക് എന്താണ് പ്രാധാന്യം? നമ്മളിൽ കുടുംബത്തിൽ ദൈവത്തിനായിരിക്കണം പ്രാധാന്യം, അതവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്രാധാന്യം? ഇവിടെ ശുശ്രൂഷകന്മാരുടെ കൂട്ടമല്ലല്ലോ, ജോലിക്കാരും മറ്റുള്ളവരുമുണ്ട്, ശുശ്രൂഷകരുമുണ്ട്. ഞാൻ എല്ലാവരോടും കൂടെ ചോദിക്കുന്നത്, ഇന്ന് ഈ സ്റ്റേജ് മുതൽ ഏറ്റവും പുറകിലിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്കൊരു വിദ്യാർത്ഥിയെ പോലെ കണ്ടുകൊണ്ടാണ് ഇവിടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രായത്തിൽ മുതിർന്നവരിപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ പ്രായം നോക്കിയാൽ ചില കാര്യങ്ങൾ നമുക്ക് തുറന്ന് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഒരു വിദ്യാർത്ഥിയായി കണ്ടുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് ഏതാണ് പ്രാധാന്യം? കുടുംബമാണോ നിങ്ങളുടെ ജോലിയാണോ? ഉത്തരം പറയണം. ശുശ്രൂഷയാണോ വലുത്, കുടുംബമാണോ വലുത്? പറ. ശുശ്രൂഷയാണോ വലുത്, കുടുംബമാണോ വലുത്? പാസ്റ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രാധാന്യം, ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായ മാനമുണ്ട്, ഈ
അറ്റവും മുറിയും കട്ട് ചെയ്തിടുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അപ്പം അതിന് താഴെ വരുന്ന കമൻറ്റുകൾ വേറെയാണ്. കാരണം ഇവ മൊത്തം കേൾക്കുന്നില്ലല്ലോ. ഒരാളെന്നോട് പറഞ്ഞു, മത്തായി ഇത്രൻ്റെ ഇത്ര വായിക്കടോ എന്നൊരു കമൻറ്റ് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കണ്ടു. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത് കുടുംബത്തിൽ ദൈവത്തിനാണ് പ്രാധാന്യം. എന്നാൽ നിങ്ങളുടെ സ്ഥാനം എന്താണ്? ചിലർ ബിസിനസ്സിന് അധിക പ്രാധാന്യം കൊടുക്കുകയും കുടുംബത്തിന് രണ്ടാം സ്ഥാനം കൊടുക്കുകയും ചെയ്യും. ചിലർ മിനിസ്ട്രിക്ക് ഭയങ്കര പദവി സ്ഥാനവും കുടുംബജീവിതത്തിന് സ്ഥാനം. അവൻ പ്രാർത്ഥനയ്ക്ക് 3 മണിക്കൂർ എടുക്കും, ഭാര്യയോട് സംസാരിക്കാൻ 3 മിനിറ്റ് എടുക്കും. സഹോദരൻ, ദൈവസാന്നിധ്യം, ഞാൻ പറഞ്ഞ മക്കളെ, നമ്മുടെ വീട്ടിന് ദൈവാധിപത്യമുള്ള ഭവനങ്ങളാകട്ടെ അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ വിശുദ്ധി നല്ലതാണ്, അതിവിശുദ്ധി പാപമാണ്. അതിവിശുദ്ധി, ഒരുപാട് കുടുംബങ്ങൾ തകരുന്ന ഒരു മേഖലയാണ് അതിവിശുദ്ധി. ജോലിക്ക് പോടാ, ഇല്ല കർത്താവ് എന്നോട് പറയട്ടെ, ഞാൻ സ്വത്രം എൻ്റെ മേൽ വിളിയുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ചാരി ഇരുന്ന് പുട്ടടിക്കുന്ന വിദ്വാന്മാരുണ്ട്. കുടുംബം പുലർത്തേണ്ട സമയം കുടുംബം പുലർത്തണം. ആമേൻ പറഞ്ഞാട്ടെ. വിളിയുണ്ട്, എല്ലാം തെളിച്ച് വേലയ്ക്ക് ഇറങ്ങണം. ഇവൻ അങ്ങോട്ടും ഇറങ്ങുകയില്ല, വേലയ്ക്കും ഇറങ്ങത്തില്ല, ജോലിക്കും പോകത്തില്ല, വേലയ്ക്കും ഇറങ്ങത്തില്ല, ചാരുകസേരയിൽ ഇരിക്കുന്ന വിദ്വാന്മാരുണ്ട്. ചില ഫുൾ ടൈം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നല്ലതാണ്, പക്ഷേ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്പേസ് കൊടുത്തിരിക്കണം, മക്കൾക്ക് കൊടുക്കേണ്ട സ്പേസ് കൊടുത്തിരിക്കണം. എത്ര വലിയ തിരക്കുകളാണെങ്കിലും അവരോടൊപ്പം ഇടപെടാനുള്ള സമയങ്ങളും കാലങ്ങളും മാറ്റിവെക്കണം. അമേൻ. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായ സ്ഥാനം എന്തിനു കൊടുക്കണം? പറഞ്ഞേ. കുടുംബത്തിന്. പ്രാർത്ഥന വേണ്ടെന്നല്ല, പ്രാർത്ഥനയോടെ, ആരാധനയോടെ. ആമേൻ. ചിലർക്ക് ഒന്നാം ഞാൻ പറഞ്ഞു, വിശുദ്ധി നല്ലതാണ്, അതിവിശുദ്ധി, ഭക്തി നല്ലതാണ്, അതിഭക്തി. ഇപ്പം ഈ വിശുദ്ധി കൂടിയിട്ട് ഭക്തി കൂടിയിട്ട് വീട്ടിലെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൽ കിടപ്പുണ്ട്. എൻ്റെ വീട്ടിൽ ഇത്രയും വിലപിടിപ്പുള്ളൊന്നും വേണ്ട, അത് തെറ്റാണെന്ന് പറഞ്ഞു, ഇതൊക്കെ ആഡംബരമാണെന്ന് പറഞ്ഞെടുത്ത്. സ്വത്രം. വിശുദ്ധി കൂടിയിട്ട് തുണി തേക്കാതെ ഇടുന്ന വിദ്വാന്മാർ, ആത്മീയം കൂടിയിട്ട് ആധാർ കീറിക്കളഞ്ഞ വിദ്വാന്മാർ ഉഗാണ്ടയിലല്ല, നമ്മുടെ കേരളത്തിലുണ്ടെന്ന്. ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിൽ ഇനി ശാരീരിക ബന്ധങ്ങളൊന്നും നമ്മുടെ ശുശ്രൂഷയ്ക്ക് അത് തടസ്സമാണ്. കല്യാണം കഴിഞ്ഞ് 10-30 വർഷമായപ്പം, 10-28 വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യയോട് പറയുന്നത് നമ്മളുടെ ഇടയിൽ മറ്റ് ബന്ധങ്ങളൊന്നും. അപ്പം അവർ ചോദിച്ചു, ഇത് നിങ്ങൾക്ക് 28 വർഷം മുന്നേ തോന്നിക്കൂടായിരുന്നോ? സ്തോത്രം. ദൈവമക്കളെ, ദൈവം നമുക്ക് നൽകിയ കുടുംബങ്ങളെ പരിപാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര പണ്ഡിതനാണെങ്കിലും, എത്ര ജ്ഞാനിയാണെങ്കിലും, എത്ര ധനാഢ്യനാണെങ്കിലും നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. അച്ഛന്മാരന്മാർ, സഹോദരിമാർ, ചിലർ ഭയങ്കര നിങ്ങളുടെ പിടിച്ചു വെച്ചുള്ള പ്രാർത്ഥന കണ്ടിട്ടല്ല അച്ചായൻ പള്ളി വരേണ്ടത്. ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു വന്നവരുടെ ഭർത്താക്കന്മാർ രക്ഷിക്കപ്പെടാത്തതിൻ്റെ കാരണം പറയാം. നമ്മൾ അമേൻ അവരുടെ മുമ്പിൽ നമ്മൾ അവർ വെച്ച് വിളമ്പി കൊടുക്കേണ്ട സമയം വെച്ച് വിളമ്പി തന്നെ കൊടുക്കണം. എന്തേലും ഒന്നിച്ചൊന്ന് ആരാധിക്കുക, ഒന്നിച്ചൊന്ന് കഴിക്കാൻ ചെയ്യും. നമ്മൾ 7 വെള്ളി ഉപവാസം, ഞാൻ അതും വെള്ളം കുടിക്കാതെ മുറ്റം മൊത്തം തുപ്പി നടക്കുകയാണ്. അവരവരുടെ ഭാരം ഒന്ന് ഇറക്കി വെക്കാനായിരിക്കും കുടുംബത്തിലേക്കൊന്ന് ഓടി വരുന്നേ. അപ്പോൾ വചനം വളരെ, പത്രോസിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടിട്ടാണ് ഇവരും എന്ത് ചെയ്യേണ്ടത്? ക്രിസ്തുവിന്. അവണ്ണം തന്നെ ഭർത്താക്കന്മാരോടും പറയുന്നുണ്ട്, നിങ്ങളുടെ ശാസനയും പലസനയും കേട്ടിട്ടല്ല, നിങ്ങളുടെ നല്ല നടപ്പ്. നമ്മുടെ സഹോദരിമാരോട് ഒരു ആത്മാവ് കൂടിക്ക് ഒറ്റ പ്രാർത്ഥന, എൻ്റെ അച്ഛനെ തൊടണേന്ന് പറഞ്ഞു, ഒന്ന് അടിച്ചിട്ടാലും വേണ്ടുകയെന്നൊക്കെ പറഞ്ഞ് കണ്ണിച്ചോരയില്ലാത്ത പ്രാർത്ഥന പ്രാർത്ഥിച്ച് കളയും. ആമേൻ. ഒന്ന് തട്ടിയിട്ടാലും നിത്യത കേട്ടണമെന്നുള്ള ഇത് കേൾക്കുമ്പോൾ മറ്റേ പുള്ളിക്ക് പിന്നെയും കലിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഭക്തി നല്ലതാണ്, അതിഭക്തി അത് കർത്താവ് അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ സ്ഥാനം ദൈവത്തിന് മാത്രമായിരിക്കട്ടെ. ദൈവം നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കട്ടെ, ദൈവം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നിയന്ത്രിക്കട്ടെ, കുടുംബ ബന്ധങ്ങൾ പരിപാവനമാകട്ടെ. എന്താണ് കുടുംബജീവിതത്തിന്റെ ഉദ്ദേശം?
കുടുംബജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? 3 പ്രധാന കാര്യങ്ങളാണ്. കുടുംബജീവിതം ഇത് ആനന്ദത്തിനാണ്. നിങ്ങൾക്ക് നന്നായി കാണാമെന്ന് കരുതുന്നു, എഴുതിയെടുക്കുന്നവർ എഴുതിയെടുക്കാം, ഞാൻ ആ ഭാഗത്ത് വിശദീകരിക്കുന്നില്ല. ഇത് ആനന്ദത്തിനാണ്. 5-ാം സദൃശവാക്യം 5:18 വായിക്കേണ്ട, മുൻപോട്ട് പോകാം. ആമേൻ. ഇത് ആനന്ദത്തിനാണ് എന്ന് വെച്ചാൽ നമ്മൾക്ക് സന്തോഷിക്കാനുള്ളതാണ് എന്ത്? നമുക്ക് സന്തോഷിക്കാനുള്ളതാണ് എന്ത്? കുടുംബം. നിങ്ങൾ മറുപടി കൂടെ പറയണേ. ആമേൻ. നമുക്ക് ആനന്ദിക്കാനുള്ള ഇട എവിടെയാണ്? കുടുംബം. കുടുംബമാണ്. ആമേൻ. അവിടെ 2 കാര്യമുണ്ട്. നമ്മൾ സന്തോഷിക്കണം, നമ്മൾ സന്തോഷം പ്രദാനം ചെയ്യണം. നമ്മുടെ കുടുംബം നമുക്ക് സന്തോഷിക്കാനുള്ള ഇടമാവുമ്പോൾ തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ഇടമാണ്. ചിലർക്ക് ഉള്ള സന്തോഷം പോകുന്ന സ്ഥലമാണ് ഇത്. ഇവന് 10:30 ആയാലും 11 ആയാലും വീട്ടിൽ കയറിയാലും അങ്ങോട്ട് കയറി ചെന്ന ഉള്ള സമാധാനം പോകുമെന്നാണ് പറയുന്നത്. ചിലരുണ്ട് പ്രാർത്ഥനയെ തന്നെ ആലയത്തിലും കഴിയും. ചില പാസ്റ്റർമാര് അവന് കവലയെ സമയം കളയാൻ പറ്റത്തില്ലല്ലോ. അവൻ പറയുന്നത് അങ്ങോട്ട് ചെല്ലാൻ പറ്റുകയില്ല, പക്ഷെ ഉള്ള അഭിഷേകം പോകുന്ന. ആമേൻ. സ്വതന്ത്രം പറഞ്ഞേട്ടെ. ഞാനതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് അല്പം കൂടെ നന്നായിട്ട് നമുക്ക് വിശദീകരിക്കാം. സ്വതന്ത്രം. നിങ്ങൾ നോക്കൂ, കുടുംബം എന്താണ്? കുടുംബം ഇവിടെ നോക്കൂ, 1 ആനന്ദത്തിനുള്ള ഇടമാണ്. 2 ഇത് സന്താനോൽപാദനത്തിന് വേണ്ടിയാണ്. ഉൽപ്പത്തി 1:28 ഇത് സന്താനോൽപാദനത്തിന് വേണ്ടിയാണ്, തലമുറകൾ ജനിക്കേണ്ടതിനാണ്. ദൈവം ആദിയിൽ ഏദനിൽ ആദം ഹവ്വ ദമ്പതികളെ ആശീർവദിക്കുമ്പോൾ ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തതാണ്, ഉള്ളവരായി ഭൂമിയിൽ പെരുകണം. തലമുറ ജനിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കുടുംബങ്ങളിൽ. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ തന്നെ തലമുറകളില്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് ആത്മാവിൽ അധികാരത്തോടെ അതിൻ്റെ മേൽ ദൈവിക നിയമങ്ങളെ പ്രഖ്യാപിക്ക്. തലമുറ ജനിക്കുക എന്നുള്ളത് കേവലം ഞങ്ങളുടെ ആഗ്രഹം മാത്രമല്ല, ഇത് ദൈവം കുടുംബത്തിൻ്റെ മേൽ വെച്ചിരിക്കുന്ന അധികാരമാണ്. ആമേ, തലമുറകൾ ജനിക്കണം. ആമേൻ പറഞ്ഞാട്ടെ. തലമുറകൾക്ക് വേണ്ടി കരയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അധികാരത്തോടെ പറയാം, നിങ്ങൾ ആത്മനിറവിൽ അതിനു വേണ്ടി പോരാടണം. ദൈവം തരുമ്പോൾ തരട്ടെ എന്നല്ല, ദൈവത്തിൻ്റെ വാഗ്ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങളാണ്. അതിനുവേണ്ടി നൊമ്പരത്തോടെ ഏറ്റെടുക്കാനും നമ്മൾ തയ്യാറാകണം. 3-ാമത്തേത് ഇത് പാപത്തിൽ വീഴാതിരിക്കുക. വേണമെങ്കിൽ അതൊന്ന് വായിക്കാം അല്ലേ. 3-ാമത്തേത് ഇത് പാപത്തിൽ വീഴാതിരിക്കാനാണ്. 1 കൊരിന്ത്യർ 7 ആമേൻ 1 മിനിറ്റ് അവിടെ എഴുതിയേക്കുന്നത് വാക്യത്തിൽ തെറ്റുണ്ട്. 7:2 ഒന്ന് വായിക്കാമോ? എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തർക്കും ഭാര്യ ഉണ്ടാകണമെന്നല്ല, അങ്ങനെ ഓരോരുത്തർക്കും ഭാര്യമാരുണ്ട്, ഭാര്യയുണ്ട്, 6 ഭാര്യമാരും ഒക്കെ ആയിട്ട് കണക്ഷൻ. അതുകൊണ്ടാണ് അടിവരയിട്ട് പറയുന്നത്, ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും, ഒരുത്തികളെയും വിട്ടിട്ടില്ല, ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കണം. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ഇടയന്മാരെ കുറിച്ച് പറയും, അധ്യക്ഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു അധ്യക്ഷൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. അധ്യക്ഷൻ ഏക ഭാര്യയുടെ. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഭാര്യ ഏകയാണ്, ഭാര്യ ഒന്നേ ഉള്ളൂ, ഗേൾ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. സ്വതന്ത്രം. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പ്രിയരെ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു, കുടുംബത്തെക്കുറിച്ചുള്ള ഒരു നിയോഗത്തോടെ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആരാധന കഴിഞ്ഞ് പറഞ്ഞ ഭാഗം ഇതാണ്. ഒരു ഡൈവേഴ്സായ ഒരു സഹോദരിയുണ്ട്, പക്ഷെ കുടുംബസ്ഥനായ മറ്റൊരു സഹോദരനുമായിട്ട് ബന്ധം. അത് ചർച്ചിനകത്ത് തന്നെ. ഇവർ 2 പേരും ഡ്രസ്സ് പറഞ്ഞൊത്തേ വരത്തുള്ളൂ ചർച്ചിലെ. അറ്റ്ലീസ്റ്റ് തിരുമേശയുടെ എന്തെങ്കിലും ഒന്ന് മാറി നിൽക്കണ്ടേ? അന്ന് ഇവർ തമ്മിൽ ഒത്തേ വരത്തുള്ളൂ. ഒരു സഭ മുഴുവനും തകർച്ചയുടെ വക്കിലേക്ക് മാറുക. ആരും മോശക്കാർ. ഞാൻ ഒരു കാര്യം തുറന്നു പറയും, ഇതിപ്പം രഹസ്യമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ലോ. ആത്മീയ ലോകത്തെ വല്ലാതെ തകർക്കുന്ന അതിപ്രധാനമായൊരു മേഖലയാണ് ദുർനടപ്പ്, ദുഷ്കാമം. നിങ്ങളുടെ വികാരങ്ങളെ, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ലൈംഗിക ഇച്ഛകളെ, ലൈംഗിക വികാരങ്ങളെ, ആമേൻ, അത് കൃത്യമായി പങ്കിടാൻ ദൈവം തന്നിരിക്കുന്നതാണ് തക്ക തുണയായവരെ. ആമേൻ.
വ്യവസ്ഥാപിതമായി. അതിന് ദൈവത്തിന് പ്രമാണം നമുക്ക് തന്നിട്ടുണ്ട്. പാപം ചെയ്യാതിരിക്കാനാണ് കുടുംബം ദൈവം തന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ദൂതന്മാരല്ല, ഈ ജഡശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിന്റെ വിചാരങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതിനെ ഇറക്കി വെക്കാൻ വ്യവസ്ഥാപിതമായി ദൈവം നൽകിയതാണ് കുടുംബം. അല്ലാത്തതെല്ലാം പാപമാണ്. ആമേൻ. സ്തോത്രം. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വ്യവസ്ഥകളെ തെളിച്ചുകൊണ്ട് ദുർനടപ്പും ദുഷ്കാമവും ഒക്കെ പലതിനെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഭാര്യയോട് വികാരം തോന്നുന്നില്ല, ഭർത്താവിനോട് വികാരം തോന്നുന്നില്ല, വീട്ടിനകത്ത് ദൈവസാന്നിധ്യത്തിലാണ്, പക്ഷേ ഭാര്യ നോക്കുമ്പം ഇന്ന ആൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇപ്പോൾ ഒഡീഷയിലെ ഒരു കാര്യം പറയാം, അതാകുമ്പോൾ ഈ ലൈവ് ഒന്നും അവർക്ക് മനസ്സിലാകത്തുമില്ല. ഇവിടുത്തെ കാര്യം പറയുകയാണ് നമ്മൾ പിടിക്കപ്പെടുന്നേ. ഒഡീഷയിലെ കാര്യം പറയാം. ഒരു സഹോദരൻ എന്നോടൊന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ കാരണം കൊണ്ടല്ല അവൾ പോയത്. അപ്പം വേറൊരു പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നു. അപ്പം അദ്ദേഹം പറഞ്ഞതാണ്, എൻ്റെ ജോലിയുടെ സ്ട്രെസ്, എൻ്റെ ബിസി ലൈഫാണ്. അവൾക്കത് സംശയമാണ്. ഞാൻ എൻ്റെ കീഴിലുള്ള ജോലിക്കാരുമായി സംസാരിക്കും, ഫോണിൽ സംസാരിക്കും, എൻ്റെ താഴെയുള്ള സ്റ്റാഫുകളുമായി ഞാൻ സംസാരിക്കും. അതെൻ്റെ ഭാര്യയ്ക്ക് സംശയം. പറഞ്ഞെന്ന പെണ്ണ ഈ സംസാരം എപ്പോഴാ? രാത്രി 1 മണിക്കാ. 1 മണിക്കും 2 മണിക്കും മുറ്റത്തിറങ്ങി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ പറയും, ഞാൻ ഒഫീഷ്യൽ കോളിങ്ങിലാണെന്ന്. സംശയം മൂത്തു, കുടുംബം തകർന്നു. അവൾ ഒരു ദിവസം ഇട്ടിട്ട് പോയി. അപ്പോൾ ഇവൻ പറഞ്ഞു, അവൾ എന്നെ ഇട്ടിട്ട് പോയി. എന്റെ കാരണമല്ല പാസ്റ്ററേ, ഞാൻ ഈ ഫോൺ വിളിക്കും എൻ്റെ താഴെയുള്ളവർ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഇവൾ ഇട്ടിട്ട് പോയപ്പോൾ ഞാൻ എൻ്റെ ഈ വേദനകളെല്ലാം എൻ്റെ താഴെയുള്ള സ്റ്റാഫിനോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഇവള് പോയതിൻ്റെ 2ാം ദിവസം ആ സ്റ്റാഫിങ് വന്നു. ഇപ്പൊ ആ സ്റ്റാഫുമായിട്ട് ഒരുമിച്ചാണ് ഇവർ ജീവിക്കുന്നത്. എൻ്റെ തെറ്റല്ല. സ്തോത്രം. ആമേൻ. ഇത് വരുത്തുന്ന വിനയൊന്നും ചെറുതല്ല കേട്ടോ. ആമേൻ. മീഡിയങ്ങളെ, മാധ്യമങ്ങളെ, സോഷ്യൽ മീഡിയകളെയൊക്കെ ആമേൻ വിവേകത്തോടും വിവേചനത്തോടും കൂടെ വേണം അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. ചേർന്നൊരാമേൻ. നിങ്ങൾ ആമേൻ പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ പറയിപ്പിച്ച് മുമ്പോട്ട് പോകുന്നത്. സ്തോത്രം. അപ്പൊ ഭാര്യയ്ക്ക് വേണ്ടി സമയം കൊടുക്കാനില്ല, പിള്ളേർക്ക് വേണ്ടി സമയം കൊടുക്കാനില്ല. അവിടെ പാപം ജനിക്കുകയാണ്. ഇത് സംഭവിക്കാതിരിക്കാനാണ് നിങ്ങളുടെ എല്ലാ വിചാരങ്ങളും ഇറക്കി വെക്കാനുള്ള ഇടം കുടുംബമാണ്. നീ കുടുംബത്തിനകത്ത് കേബ്രാൻ കളിക്കണ്ട, നീ കുടുംബത്തിനകത്ത് പ്രവാചക കളിക്കണ്ട. അമ്മേ, അവിടെ നമ്മൾ തികഞ്ഞ മനുഷ്യനായിട്ട്. സ്തോത്രം പറയാമോ? ഒരാമേൻ പറഞ്ഞേ. കുടുംബജീവിതം ചില പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് തടസ്സമോ വാസ എന്നാ പറയുന്നത്. നോ, അല്ല. പായിട്ടുള്ള പ്രാർത്ഥന ചിലപ്പോൾ ഒരു 1.5-2 മണിക്കൂറൊക്കെ പാവം പിടിച്ചവൻ കുടല് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അല്പം ഒരു 2 മിനിറ്റ് കുറച്ചാലും കുഴപ്പമൊന്നും. ഇതൊക്കെ കല്യാണവേദി പറയേണ്ടതാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് അവിടെ സമയം കിട്ടുക. അവിടെ ക്യാമറയുടെ ബ്രൈഡൽ മാർച്ചും ക്യാമറക്കാരും ഇതെല്ലാം അവിടെ കഴിഞ്ഞ് നമുക്ക് ആകെപ്പാടെ കിട്ടുന്ന ഒരു കുറച്ച് ഇതിനകത്തൊന്നും പറയാനും പിന്നെ ഇവരെ കിട്ടത്തും. നമ്മുടെ ഇടയിലാണെങ്കിൽ ഈ ഫാമിലി കൗൺസിലിങ്ങുകളും ഇന്നില്ല. എല്ലാം തൊലഞ്ഞു കഴിയുമ്പോൾ പ്രാർത്ഥനാ വിഷയമായിട്ട് വരും. അതേ ഉള്ളൂ നമ്മുടെ ഇടയിൽ ഇന്ന് നടക്കുന്നത്. ആമേൻ. ശക്തമായ ക്ലാസ്സുകൾ നടക്കണം. സഭയിൽ നിങ്ങൾ സമയം അതിനുവേണ്ടി വേർതിരിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിലെ വിഷയങ്ങൾ കോടതിയിലേക്ക് പോകരുത്. എത്ര പ്രശ്നം കൊണ്ടുള്ള സഭയിലേക്ക് വരണം. നിങ്ങൾ നോക്കുമ്പോൾ പാസ്റ്റർ ജിബിൻ പ്രായത്തിൽ ചെറുതായിരിക്കാം, പക്ഷെ നിങ്ങളുടെ സകലത്തിന്മേലും അധികാരം നിർത്തിയാണ് ഒരു സഭയുടെ ഇടയനെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഏത് വിഷയത്തിൻ്റെ മേലും അതിൻ്റെ ഇടയൻ അധികാരമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അഡ്വക്കേറ്റിനോടല്ല തുറന്നു പറയേണ്ടത്, പാസ്റ്ററിനോടാണ്. ആമേൻ. ഇവിടുത്തെ മറ്റുള്ളവനോടല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്. ഇടയൻ്റെ മുമ്പിലെത്ത്. ഇടയനെ ആക്കി വെച്ചത് പ്രായമല്ല വിഷയം, ആക്കി വെച്ച അധികാരം അത് ദൈവത്തിൻ്റെയാണ്. നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാനുള്ള നിറവ് അഭിഷിക്തൻ്റെ മേലുണ്ട്, നിങ്ങളുടെ സഭയ്ക്കകത്തുണ്ട്. നിങ്ങളുടെ ബെസ്റ്റ് കോർട്ട് സഭയാകണം, നിങ്ങളുടെ ബെസ്റ്റ് ഹോസ്പിറ്റൽ സഭയാകണം. നിങ്ങൾ സഭയ്ക്കകത്ത് എത്തണം. ഇവിടെ വന്ന് പനിയും പഴുപ്പും മാത്രം പറയും, ബാക്കിയെല്ലാം കുടുംബ കോടതികളിലേക്ക് പോവുകയാണ്.
അമ്മേൻ. പിശാച് പലതിനെയും തകർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള തകർച്ചകൾ ഉണ്ടാകാൻ പാടില്ല. പാപം വീഴരുത്. പാപത്തിൽ വീഴാതിരിക്കാനാണ് ദൈവം കുടുംബത്തെ നൽകിയത്. നാലാമത്തേത് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ പറയുന്നുണ്ട്, അമ്മേൻ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ എന്ത് ചെയ്യും? യോശുവയുടെ പുസ്തകത്തിൽ അമ്മേൻ 24:12 പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ. നമ്മുടെ ആമുഖവാക്യം അതാണ്, നമുക്കിന്ന് വായിച്ചില്ല. അമ്മേൻ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ എന്ത് ചെയ്യും? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആരല്ല എങ്ങനെ മാറിയാലും എനിക്കത് വിഷയമല്ല, ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്ന് പറയുന്ന ഒരു ശക്തമായ തീരുമാനം. കുടുംബം എന്തിനുള്ളതാണ്? ദൈവ വേലയ്ക്കുള്ളതാണ്, ദൈവത്തെ സേവിക്കാനുള്ളതാണ്. ദൈവത്തിൻ്റെ വേല, ദൈവത്തിൻ്റെ മിഷൻ പൂർത്തീകരിക്കാനുള്ള അതിപ്രധാനമായ മേഖലയാണ് കുടുംബമെന്ന് പറയുന്നത്. നമുക്ക് മൂന്നാമത്തെ 4-ാമത്തെ ഭാഗത്തേക്ക് വരാം. അമേൻ. ഒരു കാര്യം ദൈവമക്കളോട് അധികാരത്തോടെ പറയാം. നിങ്ങൾ നോക്കൂ, 4-ാമത്തെ ഭാഗത്തിൽ അടുത്ത അമേൻ സ്ലൈഡിലേക്ക് നമുക്ക് വരാം. ഇവിടെ കുടുംബത്തെ കുറിച്ച് വളരെ ഗൗരവമായ ഒരു ഭാഗം. നിങ്ങൾക്ക് ഈ കാർട്ടൂൺ കാണുമ്പോൾ ചിരി വരുമായിരിക്കാം, പക്ഷെ നിങ്ങൾ അതിലേക്ക് നോക്കൂ. എന്താണ് അതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം? ഞാൻ അതിലാണ് അധിക സമയം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സമയവും വളരെ വേഗം കടന്നു പോകുന്നല്ലോ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ശരീരത്തെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു രൂപം നിങ്ങൾക്ക് കാണാം. കുടുംബത്തെ വിശുദ്ധ വേദപുസ്തകം വിശേഷാൽ പുതിയ നിയമം കുടുംബത്തെ വർണ്ണിക്കുമ്പോൾ ഒരു ശരീരത്തോട് ഉപമിച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലേ? വായിക്കാം. മത്തായി സുവിശേഷം 19-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. പറഞ്ഞോ, വായിച്ചു. മതി. നിങ്ങൾ ഈ വായിച്ച വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ നോക്കൂ, കുടുംബത്തിന്റെ ക്രമം, ഇതൊരു ശരീരമെന്ന മർമ്മമാണ്, അല്ലേ? എന്താണ് കുടുംബം? പുതിയ നിയമത്തിലെ കുടുംബം ഒരു ശരീരമാണ്. എല്ലാവരും പറയാമോ? കുടുംബജീവിതം എന്താണ്? കുടുംബജീവിതം എങ്ങനെയാണ്? ഹലോ, എന്നോടൊപ്പം ഉണ്ടോ? അമ്മേ, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ചേർന്ന് വരുന്നതിനെ എന്താ പുതിയ നിയമം വിവക്ഷിക്കുന്നത്? ഈ സൈഡ് ഭയങ്കര നിശബ്ദതയാണല്ലോ, പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? കുടുംബജീവനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന, അല്ലെ പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന അതിമഹത്തായ വർണ്ണനയാണ് എന്ത്? ഇതിൻ്റെ അകത്തുണ്ട് എല്ലാ ആഴങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒരു ശരീരം. ഇവിടെ പറഞ്ഞ ഇരുവരാണ്. ദൈവം ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തു? ഇരുവരെയും ഒരു ദേഹമാക്കി മാറ്റി. സ്വതന്ത്രം. കണ്ണു തുറന്ന് തന്നെ ഒന്ന് ശ്രദ്ധിച്ച്. ഇരുവരെ ഒരു ദേഹമാക്കി മാറ്റി. ഒരു ദേഹം എന്ന മർമ്മം, അല്ലേ? ഇരുവരായിരുന്നു ഒരു ദേഹം. ഇനി ഞാനൊരു മറ്റൊരു കാര്യം പറയാം. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയുടെ മറ്റൊരു കാരണമാണ് ഈ ഒരു ദേഹം എന്ന പുതിയ നിയമത്തിന്റെ വെളിപ്പാടിന് എവിടെ ഉടവ് വരുന്നോ അവിടാണ് തകർച്ചകൾ ആരംഭിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ദേഹം എന്ന് പറയുമ്പോൾ ഇതില് പുരുഷന്റെ സ്ഥാനം എവിടെയാണ്? ഈ നിങ്ങൾ കാണുന്ന പിക്ചറിൽ പുരുഷന്റെ സ്ഥാനം പറഞ്ഞോ? ബുദ്ധിമുട്ടുണ്ടോ? പുരുഷൻ എവിടെ ഇതില്? ശിരസ്, അല്ലേ? തലയാണ്. സ്ത്രീയോ ശരീരമാണ്, അല്ലേ? ആ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നത് പുരുഷൻ എന്താണ്? 5 എഫീസ്യ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫീസ്യ ലേഖനം 5:23. ഭർത്താവ് ഭാര്യയ്ക്ക്. അപ്പൊ ഭർത്താവിന്റെ സ്ഥാനം എവിടാണ്? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. തലയാണെങ്കിൽ എല്ലാം വിട്ടുകൊടുക്കേണ്ടി വരുമോ, താഴേണ്ടി വരുമോ? അതൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടു നമുക്കൊന്ന് ചേർന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ സ്ഥാനം എന്താണ്? ശിരസാണല്ലേ? ശിരസാണോ? ശിരസാണ്. ആമേൻ. നമ്മൾ ശിരസാണ്. അപ്പോൾ ഭാര്യയുടെ സ്ഥാനം എന്താണ്? ശരീരമാണ്. ഭാര്യയുടെ സ്ഥാനം ശരീരമാണ്. അപ്പം ഈ ചിലർക്ക് യോജിക്കാൻ ബുദ്ധിമുട്ട്. ഈ ഫെമിനിസം ഒക്കെ വാഴുന്ന കാലത്താണല്ലോ നമ്മൾ നിൽക്കുന്നത്.
അപ്പൊ ഇതുകൊണ്ട് യോജിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. ശിരസും ശരീരവും നൽകുന്ന പാഠം എന്താണ്? ഈ ശിരസും ശരീരവും നൽകുന്ന പാഠം നിങ്ങൾ ഈ പടത്തിലേക്ക് നോക്കിയേ. ശിരസ് എവിടാ? എനിക്ക് നിങ്ങൾ സഹകരിക്കുന്നില്ല. ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ആ ദുർനടപ്പിനകത്ത് ഇച്ചിരി കൂടെ സഹകരിച്ചായിരുന്നു. ഇത് വന്നപ്പോൾ ഇച്ചിരി താന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ശിരസ് എവിടെ നിൽക്കുന്നേ? അപ്പൊ പുരുഷന്റെ സ്ഥാനം എവിടാ? അല്ല. ഞാനൊരു കാര്യം ദൈവങ്ങളോട് പറയാം. ഇതാ പൊതുവെയുള്ള കാഴ്ചപ്പാട് ഇതാ: ഞാനാണ് തല, ഞാനാണ് മോളിൽ, നീ ശരീരം, നീ ഇച്ചിരി തല പൊങ്ങി ശരീരം. അത് കേവലം മനുഷ്യന്റെ കാഴ്ചപ്പാടാണ്. പക്ഷെ ബൈബിളിന്റെ കാഴ്ചപ്പാട് തല മുകളിലും ദേഹം താഴെ എന്ന രണ്ട് ഘടനയല്ല പറയുന്നത്. ഇവ രണ്ടും കൂടെ ചേർത്തിട്ട് ഈ ശരീരം നൽകുന്ന പാഠം ഒരു ദേഹം എന്ന മർമ്മമാണ്. അച്ഛൻ മോളിലും അമ്മാമ താഴെ അല്ല, ബ്രദർ മോളില് അവന്റെ വൈഫ് താഴെയല്ല. നീ താഴെ നിൽക്കണം, നീ അവിടെ നിൽക്കണം, അവിടം വരെ പറ്റൂ, അത്രേ പറയൂ. നോ, അമ്മേൻ. അത് പണ്ട് നമ്മുടെ ഭാരതത്തിന്റെ കേരളത്തിന്റെ പുരാതന ചരിത്രങ്ങളിൽ ജാതീയ സമ്പ്രദായങ്ങൾ വാണിരുന്ന കാലം, അമ്മേൻ, ആ അടിച്ചു തളിയും എന്നാ പറയാ തൊടിയിലും തീണ്ടലും പുരുഷൻ അവിടെ സ്ത്രീ ഇവിടെ എന്ന ചിന്താഗതി. പക്ഷെ സഭയോട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ ഒന്നെന്ന മർമ്മമാണ്. നിങ്ങൾ ഒന്നാണ്. ഞാൻ മോളിൽ, നീ താഴെ. നമ്മുടെ നാടിന്റെ ഒരു കൾച്ചർ ബാധിക്കും കുടുംബ ബന്ധങ്ങളെ, അല്ലേ? നമ്മൾ നിൽക്കുന്ന ആ കുടുംബങ്ങളുടെ, നമ്മുടെ പാരമ്പര്യമായി ബാധിച്ചിരിക്കുന്ന ചില കൾച്ചറുകൾ നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കും. എൻ്റെ അപ്പന്മാരോടൊന്നും അവരുടെ അമ്മ ഭാര്യമാരൊന്നും ഇങ്ങനെ പറഞ്ഞു, നീ എൻ്റെ നേരെ വരുന്നോ? അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, ഏതാ കുടുംബങ്ങളെ ഭരിക്കുന്ന ചില കൾച്ചറുകൾ. ആമേൻ. അതല്ല ക്രിസ്തീയ കുടുംബങ്ങളെ ഭരിക്കേണ്ടത് ബൈബിളാണ്. ബൈബിളിന്റെ മർമ്മമാണ്, വചനത്തിന്റെ പരമാധികാരമാണ്. ക്രിസ്തീയ കുടുംബങ്ങളുടെ പ്രത്യേകത ഒന്ന് എന്ന മർമ്മമാണ്. ആരും മോളിലും ആരും താഴെയല്ല, ഇത് ഒന്നാണ്. അർത്ഥാൽ ശിരസില്ലാതെ ശരീരത്തിനും ശരീരമില്ലാതെ ശിരസിനും നിലനിൽപ്പ് അസാധ്യം. ആമേൻ. ചിലർ പറയാം, ഞാൻ ഇയാളുടെ കൂടെ അല്ലായിരുന്നു ഞാൻ കാണിച്ചേനെ, അല്ലേ? ആണോ? ഇയാളുടെ കൂടെ അല്ലായിരുന്നു ഞാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുടുംബമായി വന്ന സഹോദരൻ വരുന്ന കൈ ഉയർത്തിയാണ്ട് കുടുംബമായിട്ട് വന്ന്, അയ്യോ ഉണ്ടോ ഇവിടെ? ആ ഉണ്ട്. നമ്മളന്ന് മെഡിക്കൽ കോളേജ് ചെയ്യണ്ടേ ലാസ്റ്റ് അല്ലേ? ഒന്ന് ധൈര്യമായിട്ട് കൈ ഉയർത്തിയാട്ടെ. അല്ലേ, എല്ലാവരോടും കൂടെ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞാൽ പറഞ്ഞു പോയാൽ തീരുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ അത്ര നിങ്ങളങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഭാര്യമാരെ നോക്കണം, അല്ലെ? അച്ഛന്മാർ ഭാര്യമാർ വന്നിട്ടില്ലേ നിങ്ങളുടെ ഭാര്യമാരെ ഒന്ന് ഓർക്കണം. ചെല്ല് ചോദിക്കും, നീ എവിടായിരുന്നു, നീ എവിടുത്തുകാരിയാടിയെന്നാ ചെല്ല് വിഷയങ്ങളുണ്ടാകുമ്പോൾ. നീ എവിടുത്തുകാരി, ഏത് സമയത്താണോ നിന്നെ കേട്ടാന്ന് തോന്നി, അച്ഛനോട് എവിടെ കിടന്നതാണോ എന്തോ, അല്ലേ? സഹോദരന്മാരെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ആദാമിലേക്ക് നോക്കണം. ആദാമിൻ്റെ ഭാര്യ എവിടെ നിന്നായിരുന്നു? ഏത് നാട്ടുകാരും എല്ലാവരും എന്നോട് ചോദിക്കും, എവിടെ ഭാര്യയുടെ വീട്? നിങ്ങളോട് ചോദിക്കത്തില്ലേ ഭാര്യ വീട് എവിടെ? ജീവനോട് ചോദിക്കും ഭാര്യ വീട് എവിടെ? ജോയലിനോട് ചോദിക്കും ഭാര്യ വീട് എവിടെ? നമ്മൾ അപ്പുറത്തിരിക്കുന്ന ഭാഷൻ്റെ ഭാര്യ ഇല്ല, അതുകൊണ്ടത് പറയുന്നില്ല. മേൻ സോദരം, ഭാര്യ വീടും നാടും കുടുംബമൊക്കെ പറയുമ്പോഴും, ഞാൻ എൻ്റെ വീട് പുനലൂര്, ഭാര്യ വീട് പാറശാല. അപ്പം പുനലൂർ കിടക്കുന്ന പാറശാലകളെ അപ്പം എന്തേലും വരുമ്പോഴത്തേക്ക് ഞാൻ, നീ ഏത് നാട്ടുകാരിയാടി എന്നൊക്കെ ചോദിച്ചാൽ, തിരുവഴുത്ത് എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. അവിടുത്തുകാരി ഇവിടുത്തുകാരി എന്നൊന്നുമല്ല, ഇവളും നിന്നിലായിരുന്നു. ഇവള് നമ്മളിൽ നിന്നും മാക്സിമം വരാൻ പറ്റിയ ഐറ്റമാണ് വന്നേക്കുന്നേ. ഇതിനേക്കാൾ മികച്ചത് ഇനി വരാൻ. നമ്മൾ പറഞ്ഞു, നീ ഇല്ലാതെ കണ്ടാനെ എത്ര എണ്ണം വന്ന് കണ്ടേ. നമ്മളിൽ നിന്നുള്ളതേ പുറത്ത് വന്നിട്ടുള്ളൂ. അതാണ് കൂട്ടി യോജിക്കപ്പെട്ടിരിക്കുന്നത്. കുറ്റം പറയരുത്, പരാതി പറയരുത്. മാക്സിമം കിട്ടാന്നതിൻ്റെ ബെറ്റർ ആക്കിയിട്ട് നിന്റെ അകത്ത് ഇതായിരുന്നു മാത്രം ഓർത്ത് സമാധാനിക്കുക. ആമേൻ. നിങ്ങൾക്കും ആശ്വസിക്കാൻ വകയുണ്ട്. കുറ്റം പറയുമ്പോഴും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഒന്നിനു പുറകെ ഒന്നായി പരാതികൾ പറയുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും തരം താഴ്ത്തുമ്പോഴും 4 പേരുടെ മുന്നിൽ വെച്ച് താറടിക്കുമ്പോഴും ഒക്കെ ഓർത്തോണം, നീ ഇതിനകത്തായിരുന്നെന്ന്. അച്ചായനെ നോക്കിയിട്ട് പറയണം, ഞാൻ ഇവിടെ ആയിരുന്നു. ഹലോ,
ഈ ചിന്ത വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീർന്നില്ല അച്ഛാ. ആമേൻ പറ. പിന്നെ കുടുംബ ബന്ധത്തിനെതിരെ വ്യാപരിക്കുന്ന ഒന്നും പറഞ്ഞ് ബഹളം വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ വചനത്തിന്റെ തിരിച്ചറിവിലേക്കാണ്. ഞാൻ ഇവിടെ ആയിരുന്നു. ഞാൻ വിവാഹവേദികളൊക്കെ പ്രസംഗിക്കുമ്പോൾ മണവാളോടും മണവാട്ടിയോടും പറയും, നിങ്ങൾ രണ്ടായിരുന്നു, പക്ഷെ ഒന്നാക്കി മാറ്റി. ഒന്നിന് വലിയ പദവി, ഒരു ദേഹമാക്കി ഒന്നാക്കി മാറ്റി. ഒന്നെന്ന് പറയുന്ന ഒരു സ്ഥാനമാണ്, ഒന്നെന്ന് പറയുന്നത് ഐക്യതയുടെ അടയാളമാണ്, ഒന്നൊരു പദവിയാണ്, ഒന്നാം സ്ഥാനം, ഒന്നാം നമ്പർ എന്നൊക്കെ പറയുന്നത് ആർക്കും താഴ്ത്തിക്കെട്ടാൻ കഴിയാത്ത മുൻനിരയുടെ പദവിയാണ്. ഒന്ന് ഏകം ഐക്യതയുടെ അടയാളമാണ്. അമ്മേൻ, ഐക്യമത്യപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ ശിരസും ശരീരവും തമ്മിൽ വിഘടിക്കുന്നിടത്താണ് അമ്മേൻ പ്രശ്നങ്ങൾ നടക്കുന്നത്, തകർച്ചകൾ ഉണ്ടാകുന്നത്. ശരീരവും ശിരസും നൽകുന്ന പാഠം ഇതാണ്: ഞാൻ മുകളിൽ നീ താഴെ എന്നല്ല, ഞാൻ താഴെ നീ മുകളിൽ നിന്നല്ല, ഞാൻ മികച്ചത് നീ അമ്മേ തകർന്നേ എന്നൊന്നുമല്ല, നമ്മൾ ഒന്നാണ് എന്ന പാഠമാണ്. ഏത് വിഷയങ്ങളും വരുമ്പോഴും ഒരു ദേഹമായി അതിനെ നേരിടാനുള്ള ആത്മകരുത്ത് നമ്മൾ പ്രാപിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ: ശിരസിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക, ശരീരം ശരീരത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക. ഇത് പരസ്പര ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടേണ്ടുന്ന മേഖലയാണ് ഇവ തമ്മിൽ. ഏതൊക്കെ ഉത്തരവാദിത്തങ്ങൾ? ആത്മീയ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കണം. രണ്ട്, ഭൗതിക ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. ഭൗതിക ഉത്തരവാദിത്തങ്ങൾ, നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് അടുത്ത പ്രധാനമായ ഭാഗത്തിലേക്ക് വരാം. എന്താണ് കുടുംബം? എന്താണ് കുടുംബം? അടുത്ത ഭാഗത്തേക്ക് വരാം. കുടുംബം ഒരു ദേഹമാണ്. കുടുംബം ഒരു ദേഹമാണ്. ആമേൻ പറഞ്ഞാട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷമാണോ? ആമേൻ. ചിലതൊക്കെ നമുക്ക് മറക്കണമെങ്കിൽ ഒരു ദേഹമാണെന്നുള്ള ചിന്ത വന്നാൽ മതി, അല്ലേ? നമ്മുടെ ശരീരത്തിലേക്ക് നോക്കി ഏതെങ്കിലും അവയവത്തെ നമ്മൾ കുറ്റം പറയാറുണ്ടോ? ഉണ്ടോ? അകറ്റി നിർത്താറുണ്ടോ? അമ്മേൻ, ഇല്ല. നമുക്കെല്ലാ പോരായ്മകളെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു, ഒരു അവയവത്തോട് മറ്റൊരു അവയവം പറയാം, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയാൻ. അത് സഭയോട് ബന്ധപ്പെടുത്തി പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിന്നെ എനിക്ക് ആവശ്യമില്ലെന്ന് പറയാൻ അനുവാദമില്ല. നമ്മളൊരു ശരീരമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ആ ഭാഗമെല്ലാം വിടുകയാണ്. അഞ്ചാമത്തെ ക്ലിപ്പിലേക്ക് വരെ. ഇവിടെ നോക്കൂ. അമ്മേൻ, ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് കുടുംബം. ഇടയന്റെ കുടുംബത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തീത്തോസിന്റെ ലേഖനം 1:6. തീത്തോസിന്റെ ലേഖനം 1:6. എന്തായിരിക്കും കുടുംബം? കുടുംബത്തിൽ എന്തുണ്ടായിരിക്കണം? തീത്തോസ് 1:6. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏകഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത എല്ലാവരും. ഇതൊരു ഇടയന്റെ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്, മൂപ്പന്റെ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്, ഒരു അധ്യക്ഷന്റെ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? മൂപ്പന്റെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ മൂപ്പൻ ആരായിരിക്കണം? തീത്തോസ് 1:6. മൂപ്പൻ തീത്തോസ് 1:6. അമേൻ. തീത്തോസ് അത് തന്നെ. അമേൻ. ശ്രദ്ധിക്കണം, ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. അപ്പൊ ഭാര്യ ഒന്നേ ആകാവുള്ളൂ. അപ്പോ ഏക ഭാര്യയുടെ ഭർത്താവ് തിരിച്ചും അങ്ങനെ തന്നെ. അപ്പൊ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്. മക്കളുടെ പ്രത്യേകത എന്താണ്? മക്കളുടെ പ്രത്യേകത പറയുന്നുണ്ട്. അനുസരണക്കേടോ ദുർനടപ്പിന്റെ ശ്രുതിയോ. അപ്പൊ ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത അവർ, ഒന്നുകൂടെ വായിച്ചേ. ശ്രുതിയോ അനുസരണക്കേടോ ഇല്ല വിശ്വാസികളായ മക്കളുണ്ടായിരിക്കണം. അപ്പൊ മാതാവ് എന്തായിരിക്കണം? പിതാവ് ഉണ്ടായിരിക്കണം, മക്കളുണ്ടായി. മക്കളുടെ പദവി വരെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഖമേൻ ഇടയന്റെ മക്കളെ കുറിച്ച് വളരെ ഗൗരവമായി പറയുന്നു. മൂപ്പന്റെ മക്കളെ കുറിച്ച്, പാസ്റ്റർമാരുടെ മക്കളെ കുറിച്ച് വളരെ ഗൗരവമായി പറയുന്നുണ്ട്. അമ്മേൻ, പാസ്റ്റർ മക്കൾക്ക് അതാണ്. വിശ്വാസികളുടെ മക്കളുടെ കാര്യം പറയണോ? ഇല്ല. ഇത് പാസ്റ്റർമാർക്ക് മാത്രമുള്ളതല്ല, സകലരും ഇവിടെ ബാധകമാണ്. അമ്മേൻ, ദുർനടപ്പിന്റെ ശ്രുതി ഉണ്ടാകാൻ പാടില്ല, അനുസരണക്കേടുണ്ടാകാൻ പാടില്ല. അമ്മേൻ, വിശ്വാസികളായിരിക്കുന്ന മക്കളും ഉണ്ടായിരിക്കണം. സ്വത്രം. അപ്പോൾ ഞാനതിനെ ഇങ്ങനെ ലഘൂകരിക്കാം. കുടുംബത്തിൽ എന്തൊക്കെ വേണം? കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ അടങ്ങിയതാണ് കുടുംബം. ഇനി ആ കുടുംബത്തെക്കുറിച്ച് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ച് തുടരാൻ ആഗ്രഹിക്കുന്നു. കുടുംബമാണ് ആദ്യത്തെ സഭ. കുടുംബമാണ് ആദ്യത്തെ സഭ. അടുത്തത്, കുടുംബമാണ് ആദ്യത്തെ സഭ.
കുടുംബമാണ് ആദ്യം. ഏദനിലേക്ക് നോക്കി, ഏദൻ തോട്ടത്തിലേക്ക് നോക്കൂ. ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച ആദിമ മനുഷ്യൻ, ആദ്യ കുടുംബം ആദം ഹവ്വ ദമ്പതികളിലേക്ക് നോക്കൂ. ആദ്യത്തെ സഭ അതാ. ദൈവം ഇറങ്ങി വരുന്ന നിമിഷങ്ങളുണ്ടായ ആദ്യത്തെ സഭ എവിടെയാണ്? പറഞ്ഞേ, കുടുംബമാണ്. ഏദനിലെ കുടുംബമാണ്. ഒരാമേൻ പറയാമോ? നിങ്ങളുടെ കുടുംബങ്ങൾ എന്തായിരിക്കണം? നിങ്ങളുടെ കുടുംബമായിരിക്കണം നിങ്ങൾക്ക് ആദ്യത്തെ സഭ. ഞാനതിനൊരു ലഘുവായി മറ്റൊരു കാര്യം പറയാം. വീട്ടിലിറങ്ങാത്ത ദൈവസാന്നിധ്യം ചർച്ചിൽ വെളിപ്പെടുകയില്ല. നിങ്ങൾ ഇവിടെ ആനന്ദിക്കുന്ന ഈ ആരാധനയുടെ സന്തോഷം നിങ്ങളുടെ വീട്ടിൽ കിട്ടാറുണ്ടോ? പണിതെടുക്കാറുണ്ടോ? ഹലോ, പണ്ട് പവർ കട്ട് പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇപ്പൊ പവർ കട്ട് ഇല്ലാത്തതുകൊണ്ട് അല്ലേ പവർ കട്ട് പ്രാർത്ഥന. അത്ര അരമണിക്കൂർ പെട്ടെന്നിരുന്ന് പാടി പ്രാർത്ഥിച്ച് മെഴുതിരി പെട്ടെന്ന് ലൈറ്റ് വരുമ്പോൾ മറ്റേ സാധനം ഓണായിരിക്കും അല്ലേ? ദൈവമക്കളെ, നിങ്ങൾ ഇവിടെ പറയുന്നതിന് അത്ര അന്യഭാഷ വീട്ടിൽ പറയാറുണ്ടോ? ഹലോ, എനിക്കൊന്ന് ചോദ്യങ്ങളോട് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. സ്വതന്ത്രം. നിങ്ങൾ വീടുകളിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാറുണ്ടോ? വീടാണ് ആദ്യത്തെ സഭ. അവിടെ വെളിപ്പെടാത്ത ഐക്യത ഇവിടെ വെളിപ്പെടുകയില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മൈൻഡ് ഇറിറ്റേറ്റ് ആവുന്നുണ്ടോ? നിങ്ങൾക്കത് പാസ്റ്റർ അങ്ങോട്ട് ഒക്കുന്നില്ല, അന്തരീക്ഷം. അവിടെ പണി, അവിടെ തുടങ്ങ്. നമ്മുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലങ്ങളായി മാറട്ടെ. കുടുംബമാണ് ആദ്യത്തെ സഭ. ആമേൻ. അവിടെയാണ് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഇറങ്ങി വരുന്ന മനോഹര തോട്ടങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. ആദാമും ഹവ്വയും ഒന്ന് ചേർന്നിരിക്കുമ്പോൾ അവർ രണ്ടുപേരും പായിട്ട് എന്നാ പ്രാർത്ഥിക്കാന്ന് പറയുന്ന സ്ഥലത്തല്ല ദൈവം ഇറങ്ങി വരുന്നത്. അവരുടെ നോർമൽ ലൈഫിനകത്തേക്ക് വെയിലാറുമ്പോൾ ആ തോട്ടത്തിനകത്ത് ദൈവം ഉലാകുന്നവനായി അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നവരുമായിരുന്നു. അതായിരിക്കട്ടെ നമ്മുടെ കുടുംബങ്ങൾ. ഇവിടെ ദൈവാധിപത്യമില്ല, പ്രാർത്ഥനയുടെ അന്തരീക്ഷമില്ല, ദൈവ സാന്നിധ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ കീബോർഡിന്റെ പിൻബലമില്ലാതെ, സി മൈനറോ എ മൈനറോ ഇല്ലാതെ, ഗിറ്റാർ ഇല്ലാതെ, സൗണ്ട് സിസ്റ്റം ഇല്ലാതെ, മൈക്രോഫോൺ ഇല്ലാതെ, AC ഇല്ലാത്ത നിങ്ങളുടെ വീടുകൾക്കകത്ത് ആ ദൈവിക ഇടപെടൽ, ആരാധന ലീഡ് ചെയ്യാൻ ആളില്ലാതെ, പാസ്റ്റർ ഇല്ലാതെ, മറ്റാരുമില്ലാതെ, നിങ്ങളുടെ സന്ധ്യ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ പ്രഭാത പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ വീടുകൾക്കകത്ത് ആ ദൈവിക ഇടപെടലുകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? പലരും മുന്നോട്ട് വന്ന് പറയുന്ന പരാതിയുണ്ട്. പാസ്റ്ററേ, ഞങ്ങൾക്ക് അവിടെ ഒരു പ്രാർത്ഥന അന്തരീക്ഷം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അവിടെ ഒരു പ്രാർത്ഥനയുടെ ഏകാഗ്രത കിട്ടുന്നില്ല. പണിയപ്പെടാൻ പ്രിയരെ. ആമേൻ. സഭ നമ്മളെല്ലാവരും കൂടെ നിറയാൻ വരുന്ന ഇടമല്ല സഭ, കേട്ടോ. നമുക്ക് ഞായറാഴ്ച നിറയാം, തിങ്കളാഴ്ച നിറയാൻ വരുന്ന ഇടമല്ല സഭ. നിറഞ്ഞ ജീവിതം നയിക്കുന്നവരെല്ലാരും കൂടെ ഒന്ന് ചേർന്ന് വന്ന് കൂട്ടായ്മ പങ്കിടുന്ന സ്ഥലമാണ് സഭ. ഒരാമേൻ പറ. ഹല്ലേലൂയ. നിങ്ങൾ കഴിഞ്ഞ 6 ദിവസം ആനന്ദത്തിലും ദൈവ സാന്നിധ്യത്തിലും ജീവിച്ചിട്ട് അമ്മേൻ, അല്ലെങ്കിൽ കഴിഞ്ഞ തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ഒന്നിച്ച് ആനന്ദത്തോടെ എത്തിപ്പെട്ട് അങ്ങനെ ഒരാളുമായി, 2 ആളായി, 3 ആളായി, 1 കുടുംബം, 2 കുടുംബം, 3 കുടുംബം, ഇങ്ങനെ നമ്മൾ ഒന്നിച്ചു വന്ന് ദൈവ സാന്നിധ്യത്തിന്റെ കൂട്ടായ്മ പങ്കിടുന്ന ഇടമാണ് ആലയം എന്ന് പറയുന്നത്. അല്ലാതെ രോഗവും കഷ്ടവും എല്ലാം, പ്രശ്നങ്ങളും സ്ട്രെസ്സും എല്ലാം കൂടെ വലിച്ചു കയറ്റിക്കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് പോകാനുള്ള ഇടമല്ല. അതൊക്കെ ഇവിടെ സംഭവിക്കട്ടെ. പക്ഷെ അതിമഹത്തായ കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ആനന്ദത്തോടെ എത്തിപ്പെടേണ്ട ഇടമാണ്. നമ്മൾ പാടി ആത്മാവിൽ ആകുകയാണ്. സ്തോത്രം. ഇപ്പം മൈക്ക് ഞാൻ ജോയിലിൻ്റെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ നക്ഷത്രം എണ്ണിയ കാര്യം ജോയിൽ പറയും. കാരണം എത്ര പാടിയാലും എത്ര പറഞ്ഞാലും ചിലർ ആത്മാവ് അവനിലുണ്ടോയെന്നറിയാൻ ഞങ്ങൾ എന്തെല്ലാം നമ്പര് പതിയെപ്പാടും സ്പീഡിൽ പാടും. പിന്നെ കീബോർഡിസ്റ്റിനെ ഇങ്ങനെ കാണിക്കും അല്ലേ? അവരും കൂടെ ഒന്നും, കാരണം ഇവർ വന്നിങ്ങനെ വളരെ പക്ഷെ നിങ്ങൾ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പാടി ആത്മാവിലാകുകയല്ല, ആത്മാവിലാണ് പാടണ്ടേ.
നിങ്ങൾ ആത്മാവിലായി എത്തേണ്ടത്. ആമേൻ പറഞ്ഞാട്ടെ. കുടുംബമാണ് ആദ്യത്തെ സഭ. ഇനി നമുക്കല്പം വിശദീകരിക്കണം, മുമ്പോട്ട് പോകാം, സമയവും കടന്നു പോകുന്നു. ആമേൻ. വേഗം മുമ്പോട്ട് വരാം. കുടുംബത്തിൽ ഒന്നാമത് ഭർത്താവ് ഉണ്ടായിരിക്കണം. എന്താണ് ഭർത്താവിൻ്റെ സ്ഥാനം? എഫെസ്യ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം. 25, 28 വായിച്ചോളൂ. ആ 25 കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. 28-ാമത്തെ വാക്യം. സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇനി നിങ്ങൾ ആ ഭാഗം നോക്കിയേ. കർത്താവ് എങ്ങനെയാ സഭയെ സ്നേഹിച്ച്? പുതിയ ഭർത്താക്കന്മാരല്ലാത്തവരെന്ന് കരവുയർത്താവ്. ബാച്ചിലേഴ്സ്, നിങ്ങളതാ ഇത്ര പുഞ്ചിരി കൂടുന്നല്ലേ. ഞാൻ വിചാരിക്കും ഇത്രയും വലിയ മർമ്മം പറയും ഇവർ കിടന്ന് ചിരിക്കും, ഞങ്ങൾക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ലല്ലോ എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഇവർ ചിരിക്കുന്നത്. നിങ്ങൾ തുടങ്ങണം, ഇത് അറിഞ്ഞു കരവുയർത്താവ്. ബാച്ചിലേഴ്സ്, വിവാഹം കഴിക്കാത്തവര് ധൈര്യമായിട്ട് പോക്ക്. മക്കളെ നീ പഠിച്ചോളൂ, ധൈര്യമായിട്ട് കൈ പൊക്കടാ. പക്ഷെ കുടുംബമൊന്നും ചിന്തിക്കാൻ നേരമായില്ലെന്നാണോ? നീ ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണം അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവനം നയിക്കാൻ. ആമേൻ പറഞ്ഞാട്ടെ. നമുക്കങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു നാണം വരുന്നില്ലേ? അല്ലേ? അവർ നിനക്കതൊക്കെ പറയാനുള്ള പ്രായമായോ? നമുക്ക് സ്വപ്നം കാണാൻ പോലുള്ള പ്രായമായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകളെ. അല്ല, കൃത്യമായ ബാലപാഠങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കണം. ഒരു നല്ല ഭർത്താവിനെ മക്കൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പഠിക്കണം. ആമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ മക്കൾ കണ്ടുവരുന്നൊരു ഭ്രാന്തമായ അന്തരീക്ഷമല്ലേ. ഒരു നല്ല ഭാര്യയുടെ പാഠം എവിടുന്ന് പഠിക്കണം? സഹോദരിമാരെ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾ നല്ല ഭാര്യ. ഞാൻ എവിടെയും പറയാറുണ്ട്, എവിടെ അഭിമാനത്തോടെ പറയാറുണ്ട്, ആമേൻ, എൻ്റെ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും എല്ലാറ്റിൻ്റെയും മാതൃക എൻ്റെ മാതാപിതാക്കളാണ്. സ്തോത്രം. ഒരാമേ, ഞങ്ങളുടെ ജീവിതം ഞങ്ങളൊക്കെ ഇങ്ങനെ ശുശ്രൂഷയിൽ നിൽക്കുന്നത് തന്നെ അവർ കാണിച്ച മാതൃകയാണ്. ഇതൊരു പാസ്റ്റർ മോന, അതും ഒരു പാസ്റ്റർ മോന, ഞങ്ങളെല്ലാം പാസ്റ്റർമാരുടെ മക്കളാണ്. സ്തോത്രം. ആമേൻ. ഇവിടുത്തെ ഈ പരാതിയും വഴക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും പറയുമായിരുന്നു, അവരനുഭവിച്ച കഷ്ടം നോക്കിയാൽ മക്കൾ ശുശ്രൂഷ വരില്ല. ഇത്രയും പട്ടിണിയും പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടും തലമുറകൾ. ഞങ്ങൾ 2 മക്കളാണ്, 2 പേരും കർത്താവിൻ്റെ വേലയിലാണ്. ആമേൻ. അതിൻ്റെ ആനന്ദം വലുതാണ് ദൈവമക്കളെ. ജോലി ചെയ്യാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, മറ്റെന്തിലേക്ക് പോകാൻ സാധ്യത ഈ ലോകത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ കർത്താവ് ഏൽപ്പിച്ച നിയോഗങ്ങളുമായി നിൽക്കുമ്പോഴുള്ള ആമേൻ പറഞ്ഞാട്ടെ. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്നാണ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. ക്രിസ്തു സ്നേഹിച്ചത് ഭർത്താക്കന്മാരെല്ലാം ശ്രദ്ധിച്ച്, ഭർത്താക്കന്മാരാകാനുള്ളവരും ശ്രദ്ധിച്ച്. എങ്ങനെയാ ഭാര്യയെ സ്നേഹിക്കേണ്ടത്? ചിലർക്ക് സ്നേഹമുണ്ട് പ്രകടിപ്പിക്കാൻ, ചിലത് പ്രകടിപ്പിച്ച വില പോകുമെന്നൊരു ധാരണയുണ്ട്. ഞാൻ പറഞ്ഞു, വീട്ടിൽ എഞ്ചിനീയർ കളിക്കരുത്. വീട്ടിനകത്ത് നമ്മുടെ നാട്ടിലൊരു പാസ്റ്ററുണ്ട്, അദ്ദേഹം ഈ ഭൂതങ്ങളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഭൂതമൊക്കെ പുള്ളി ഭാര്യയോടും ആ ഭൂതത്തോടും സംസാരിക്കുന്നത്. ഭൂതമുളകുമ്പോൾ പേര് പറ, ആര്, വെളിപ്പെട്, എവിടുന്നാ, ആരയച്ചു, വിട്ടുവാ. സെയിം ഡോണാ ഭാര്യ, ഡേ ഇവിടെ വാ, ചായട്. നമ്മൾ വീട്ടിൽ നിങ്ങൾ പ്രവാചകനായിരിക്കാം, പക്ഷെ ഫുൾ ടൈം സാന്നിധ്യത്തിലോ വിശക്കുമല്ലോ. പ്രവാചകനും വിശക്കുമല്ലോ, ദാഹം ഉണ്ടാകുമല്ലോ. പിന്നെന്താ, ഒന്ന് ചിരിച്ചാ, ഒന്ന് സ്നേഹിച്ചാ, ഭാര്യയെ സ്നേഹത്തോടൊന്ന് വിളിച്ചാൽ. ക്രിസ്തു എങ്ങനെയാ സഭയെ സ്നേഹിച്ചേ? ക്രിസ്തു തൻ്റെ മഹത്വമെല്ലാം മാറ്റിവെച്ചിട്ട് സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ജീവൻ കൊടുത്ത്, ജീവൻ എടുത്തല്ല, ജീവൻ കൊടുത്ത് തന്നെത്താൻ വിരൂപമാക്കി അവസാനതുള്ളി രക്തം വരെയും ഊറ്റിക്കൊടുത്താണ് സഭയെ. ഈ സെയിം മെത്തേഡാണ് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്.
ആമേൻ. ആമേൻ പറഞ്ഞാട്ടെ. ഭർത്താക്കന്മാരെല്ലാം ആമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ പ്രൊഫഷൻ നിങ്ങൾ ജഡ്ജിയാണെങ്കിൽ കോടതി മതി, വീട്ടിൽ ജഡ്ജി കളിക്കരുത്. വീട്ടിൽ അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന മനോഭാവത്തോടെ അവരെ കരുതുന്നവരായിരിക്കണം. ഇവിടെ പറയുന്നുണ്ട്, തീത്തോസിന്റെ ലേഖനത്തിൽ അധ്യക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതുന്നവനായിരിക്കണം. തിമോത്തിയോസിന്റെ ലേഖനം 5:8 വായിക്കണ്ട. അമ്മേൻ. 1 തിമോത്തിയോസ് 3:4-10 വായിക്കുമ്പോൾ അവിടെ സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കണം. ശുശ്രൂഷകന്മാർ ശ്രദ്ധിക്കണം, കുടുംബത്തെ ഭരിക്കാത്തവന് സഭയെ ഭരിക്കാൻ കഴിയില്ല. ആ വാക്യം നമുക്ക് നൽകുന്ന പാഠം, ഒരു നല്ല കുടുംബസ്ഥന് മാത്രമേ ഒരു നല്ല ശുശ്രൂഷകനായിരിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ പറഞ്ഞാട്ടെ. നല്ലൊരു നിങ്ങളിനി നിങ്ങൾ ഗ്രീക്ക് അറിയില്ലേലും നമുക്കൊന്ന് ഒരു വലിയ മെസ്സേജ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിലും പ്രാർത്ഥിച്ച് പിൻബലമേകുന്ന ഒരു കുടുംബം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, കുടുംബജീവനം നമ്മൾ പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മളെ കൃത്യതയോട് ഉപയോഗിക്കുന്ന, നമുക്ക് ഷൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല അനുഭവം നമുക്ക് കിട്ടും. ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. ഒരു നല്ല കുടുംബസ്ഥന് മാത്രമേ ഒരു നല്ല ശുശ്രൂഷകനായിരിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ അതിപ്രധാനമായൊരു ചിന്ത പറയാം. പ്രസംഗമല്ല പ്രധാനം, ജീവിതമാണ്. നമുക്ക് മികച്ച പ്രസംഗങ്ങളുണ്ട്. എൻ്റെ ഭർത്താവ് മികച്ച പാട്ടുകാരനാണ്, അല്ലെ മികച്ച പ്രസംഗനാണ്, മികച്ച പ്രാർത്ഥനാ മനുഷ്യനാണ്, ശക്തനായ പ്രവാചകനാണ്, പക്ഷെ അദ്ദേഹം എനിക്കൊരു നല്ല ഭർത്താവല്ലായിരുന്നു. ഇന്ന് ഡൈവോഴ്സ് ഒന്നും വലിയ വിഷയമല്ല പാസ്റ്റർമാരുടെ പോലും, അല്ലേ? ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന വ്യവസ്ഥ നിൽക്കെ ഡൈവോഴ്സ് ഒക്കെ സാധാരണ ഒരു കാര്യമായി മാത്രം കണ്ട് ഇന്ന് അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മുടെ വേദികൾ അടക്കി വാണുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല കുടുംബസ്ഥന് മാത്രമേ ഒരു നല്ല ശുശ്രൂഷകനായിരിക്കാൻ കഴിയത്തുള്ളൂ. ഉദാഹരണം, നോഹയുടെ കുടുംബം നോക്കിയാട്ടെ. നോഹയുടെ കുടുംബം, നോഹ എത്ര വർഷം പ്രസംഗിച്ചു? ആ ചോദ്യത്തോട് നിങ്ങൾ സഹകരിക്കാത്തതുകൊണ്ട് അതിന് ഞാൻ തന്നെ ഉത്തരം പറയാം. 120 വർഷം പ്രസംഗിച്ചു. എവിടെ പ്രസംഗിച്ചു? നാട്ടിൽ പ്രസംഗിച്ചു, വീട്ടിൽ ജീവിച്ചു. 120 വർഷം പ്രസംഗിച്ചിട്ട് എന്താ റിസൾട്ട്? ഒറ്റ പഞ്ചായത്ത് മെമ്പർ പോലും പെട്ടകത്തിൽ കയറിയില്ല. ദേശത്തിലെ വൻമരങ്ങൾ വീണില്ല. ഉന്നതന്മാര് പെട്ടകത്തിൽ കയറിയില്ല. നാട് മുഴുവനും പെട്ടകത്തിൽ കയറിയില്ലേലും താൻ പണിത പെട്ടകത്തിനകത്ത് തന്റെ ഭാര്യയും മക്കളും കയറി. അതാണ് പ്രിയരെ ശുശ്രൂഷയുടെ സക്സസ്. ആമേൻ. അതാണ് നമ്മുടെ കുടുംബജീവിതത്തിന്റെ സക്സസ്. നമ്മളെ നാട്ടുകാരെ മുഴുവനും സന്തോഷിപ്പിച്ച് വീടിനെ കെയർ ചെയ്യാൻ മറന്നു പോകുന്നു. ബിസിനസിന്റെ പുറകെ ഓടിയിട്ട് കുടുംബം സംരക്ഷിക്കാൻ മറന്നു പോകുന്നു. കുടുംബത്തിന്റെ സംരക്ഷണം താറുമാറാക്കിയുള്ള ഒരു പ്രസംഗവും ഒരു പ്രബോധനവും ദൈവം അംഗീകരിക്കുന്നില്ല. ആമേൻ. കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കണം. പണം വാഴുന്ന കുടുംബങ്ങൾ, പദവി വാഴുന്ന കുടുംബങ്ങൾ, അതെല്ലാം ഇന്ന് ആ ശൈലികളെല്ലാം മാറ്റിയിട്ട് ദൈവാധിപത്യത്തിലേക്ക് വരണം, ദൈവ സാന്നിധ്യത്തിലേക്ക് വരണം. അവിടെയാണ് കുടുംബങ്ങൾ പരിപാലിക്കപ്പെടുന്നത്. ഇവിടെ ഭർത്താവിന്റെ കടമ പറയുമ്പോൾ പറയുന്നുണ്ട്, പോറ്റി പുലർത്തണം. സഭയെ ക്രിസ്തു പോറ്റി പുലർത്തി എന്ന് പറയുന്നുണ്ട്. നമ്മൾ വായിച്ച എഫെസ്യ ലേഖനത്തിൽ തന്നെ 5-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ക്രിസ്തു പോറ്റി പുലർത്തുന്നത് പോലെ പോറ്റി പുലർത്തണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഭർത്താക്കന്മാരുടെ കടമകൾ, ആമേൻ. നമ്മുടെ പാണ്ഡിത്യമല്ല, ക്രിസ്തു ആയിരിക്കണം. നിങ്ങളുടെ നല്ല ഭർത്താവിന്റെ മാതൃക ആരാണ്? പറഞ്ഞു, നല്ല ഭർത്താവിന്റെ മാതൃക. ആമേൻ. കർത്താവ് പോറ്റി പുലർത്തുക എന്ന് പറയുമ്പം അരി വാങ്ങിച്ചു കൊടുക്കുന്നു, ഇറച്ചി വാങ്ങിച്ചു കൊടുക്കുന്നു, ആപ്പിൾ വാങ്ങിച്ചു കൊടുക്കുന്നൊന്നും അല്ല. അവരുടെ വികാരങ്ങളെ
പരിഹരിച്ചുകൊണ്ട്, അവരുടെ മനോഭാവങ്ങളെ അറിഞ്ഞുകൊണ്ട്, അവരുടേതായ വൈകാരിക തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാറ്റിനും വേണ്ട സംരക്ഷണം ഏർപ്പെടുത്തുന്ന, തൃപ്തിപ്പെടുത്തുന്ന ആമേൻ മനോഭാവമുള്ളവരായിരിക്കണം, പോറ്റി പുലർത്തുന്നവരായിരിക്കണം ഭർത്താക്കന്മാർ. എവിടെങ്കിലും ഒരു നല്ല ഭർത്താവായി തീരാൻ കഴിയുന്നില്ല എന്നൊരു തോന്നലുണ്ടായാൽ നിങ്ങൾക്ക് മാതൃക ക്രിസ്തുവാണ്. ക്രിസ്തുവിലേക്ക് നോക്കൂ. അവൻ സഭയെ സ്നേഹിച്ചതുപോലെ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട്, തന്നെത്താൻ ജീവൻ അർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കാം. തന്നെത്താൻ ഏൽപ്പിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പോറ്റി പുലർത്തിയ ക്രിസ്തുവിനെ പോലെ നിരന്തര വാഗ്ദത്തങ്ങൾ കൊടുത്ത്, വിട്ടുമാറാത്ത സാന്നിധ്യം കൊടുത്ത് കർത്താവ് സഭയെ നയിക്കുന്നല്ലോ. ഭാര്യമാരും പുറകിലല്ല കേട്ടോ, ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രം പറഞ്ഞു വിടുകയല്ല. ഭാര്യമാരിലേക്ക് വരാം. അടുത്ത പേജ്. ഭാര്യമാരെ കുറിച്ച് പറയുമ്പോൾ 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ, എഫെസ്യ ലേഖനം 5:22, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ഞാൻ അവിടെ നിന്ന് ഭർത്താക്കന്മാരോടൊരു കാര്യം പറയാം. സഹോദരൻ, കീഴടക്കണ്ട. നമ്മൾ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ നിൽക്കുമ്പോൾ ഇവിടെ കീഴടങ്ങുക എന്ന് പറയുമ്പോൾ താഴ്ന്നു കൊടുക്കുന്നതല്ല, ഇതൊരു വിധേയത്വമാണ്. വിധേയത്വമാണ്. ആമേൻ പറയാമോ? ഭാര്യയ്ക്ക് വളരെ വർണ്ണനകൾ ബൈബിളിൽ കൊടുക്കുന്നുണ്ട്. ഞാനതെല്ലാം വളരെ വേഗം പറഞ്ഞു വിടാം, വിശദീകരിക്കുന്നില്ല. ഭാര്യ തക്ക തുണയാണെന്ന് 32:18 നന്മയാണെന്ന സദൃശവാക്യം ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം കേട്ടോ. അച്ഛന്മാർ ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും പോവാണോ? ആശീർവാദം പറയാതെ ആരും വെളിയിൽ പോകരുത് പ്ലീസ്. നമ്മൾ ഒരുമിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്ക് 2 മണി വരെയാണ് സമയം തന്നേക്കുന്നത്. ആമേൻ. ആരും പോകരുത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും കൂടെ പോവുക. പറഞ്ഞ് പ്രസംഗിച്ച് വിടുകയല്ല. ഇന്ന് പകൽ പല തകർച്ചകളുമായി വന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു അധികാരവും നിയോഗവും കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഒരുമിച്ച് ഇന്ന് പകൽ കടന്നു വരുന്നത്. ഏതെങ്കിലുമൊക്കെ ഭാരത്തോടെ നിങ്ങൾ കുടുംബത്തെ ബാധിക്കുന്ന വിഷയങ്ങളോടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആ വാഴ്ചകൾ തുടരാതെ വണ്ണം ബലപ്പെടുത്തുന്നൊരു ദൈവ സാന്നിധ്യം ഈ പ്രാർത്ഥനാ മുറിയിലുണ്ട്. ഹല്ലേലൂയ പറയാമോ? ഇവിടെ ആരാ ഭാര്യ? ഭാര്യ ആമേൻ തക്ക തുണയാണെന്ന് പറയുന്നു, നന്മയാണെന്ന് പറയുന്നു. സദൃശവാക്യം 18:22. ബുദ്ധിയുള്ള ഭാര്യ എന്ന് സദൃശവാക്യം 19:14. ഉത്തമ സ്ത്രീയാണെന്ന് രൂത്ത് 3:11. സാമർഥ്യമുള്ള ഭാര്യയാണെന്ന് സദൃശവാക്യം 31:10. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സ്ത്രീ പുരുഷന്റെ തേജസ്സാണ്. സഹോദരിമാരെല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് ദൈവവചനം നൽകുന്ന സ്ഥാനം എന്തെന്നറിയാമോ? കുടുംബത്തെ പോറ്റുന്ന കുടുംബസ്ഥയായ സഹോദരിമാരെ കുറിച്ച് പറയുന്നു. നിങ്ങൾ ആരാണ്? ഒന്ന് ഇപ്പോഴെങ്കിലും ആ മുഖം ഒന്ന് ശോഭിക്കട്ടെ. സ്ത്രീ ആരാണ്? 1 കൊരിന്ത്യർ ലേഖനം 11:7. സ്ത്രീ ദൈവത്താം പുരുഷന്റെ തേജസ്സാണ്. സ്ത്രീ പുരുഷന്റെ തേജസ്സാണ്. തേജസ് എന്ന പദത്തിന് മഹത്വം, യശസ്, പുകഴ്ച എന്ന് വെച്ചാൽ, എന്നെ ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സഹോദരന്മാരെ, ദൈവദാസന്മാരെ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവരാണ് നിങ്ങളുടെ ജീവിതത്തിന് മഹത്വം ഉണ്ടാക്കി തരേണ്ടുന്നത്. ആമേൻ. ഒന്ന് ചോദിക്കും, കുടുംബ ജീവിതം ആരംഭിച്ചതിന് ശേഷമല്ലേ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ബലത്തോടെ ഷൈൻ ചെയ്യാൻ തുടങ്ങിയത്? ആമേൻ പറഞ്ഞാട്ടെ. ഉള്ള തേജസ് കളയും. സ്ത്രീ പുരുഷന്റെ തേജസ്, ആ മാനം കൊടുത്തിരിക്കണം. എന്നെ ശ്രദ്ധിച്ചേ, എല്ലാവരും തല സൗകര്യമാൻ ദോഷത്തോടെ ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. ഞാൻ നിങ്ങളുടെ സൈഡ് പറയല്ലേ. സ്ത്രീ പുരുഷന്റെ തേജസ്, അർത്ഥം പുരുഷന് മാനമുണ്ടാകേണ്ടുന്നത് തൻ്റെ ഭാര്യയിലൂടെയാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷകന്റെ വിജയത്തിന് പിന്നിൽ കരുത്ത് പകരുന്നൊരു പ്രാർത്ഥിക്കുന്ന ഭാര്യ ഉണ്ടായിരിക്കും. ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും സ്ത്രീയുടെ കരസ്പർശനം ശക്തമാണ്. ആമേൻ. ആമേൻ. ഞാൻ പറഞ്ഞു, നമ്മുടെ കൾച്ചറിന്, നമ്മുടെ ഭാരതത്തിൻ്റെയോ കേരളത്തിൻ്റെയോ നമ്മുടെ ജാതിയുടെയോ നമ്മുടേതായ ചുറ്റുപാടുകളുടെ നമ്മുടെ ഗ്രാമത്തിൻ്റെ കൾച്ചറിനകത്തൊന്നുമല്ല കുടുംബജീവിതം നമ്മൾ വിവർത്തനം ചെയ്യേണ്ടുന്നത്. അങ്ങനല്ല നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ദൈവവചനത്തിലൂടെ വേണം കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കേണ്ടുന്നത്. നമ്മളടുത്ത് രഹസ്യം പറയാൻ നമുക്ക് അനുവാദമില്ലല്ലോ. അതുകൊണ്ടാണ് ഇവർ മറ്റു പലയിടങ്ങളിലേക്കും പോയി പരാതിയായി ആ രഹസ്യങ്ങൾ പുറത്തു വരുന്നത്. ആമേൻ. പണിയപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ആ ഭാഗത്തുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒറ്റ കാര്യം പറയാം, ദൈവമക്കളെ, കുടുംബത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടുന്നത് നിങ്ങളിലൂടെയാണ്. സ്വതന്ത്രം.
ഉത്തമയായ സ്ത്രീയിലൂടെ, ബുദ്ധിമതിയായ സ്ത്രീയിലൂടെ, ആമേൻ, നന്മ എന്ന ആ പദവിയിലൂടെ സ്ത്രീയുടെ മഹത്വം വെളിപ്പെട്ടു വരണം. കീഴടങ്ങുക എന്ന് പറഞ്ഞ വിധേയത്വമാണ്. എല്ലാ ആശകളും ആഗ്രഹങ്ങളും ഇച്ഛകളും ചിന്തകളും വിചാരങ്ങളും എല്ലാം വിധേയപ്പെടുത്തിക്കൊണ്ട്, അതാണ് നമ്മൾ ആദ്യം കണ്ട ശരീരമെന്ന ക്രമത്തിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പരാതി പറയരുത്, കുറ്റം പറയരുത്. ആമേൻ. സ്വന്തം കുടുംബദൈവത്തെക്കുറിച്ച് ആമേൻ പരാതി പറ. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു മഹത്വം കുറയുന്നെങ്കിൽ സ്ത്രീയാണ് മഹത്വം ഉണ്ടാക്കേണ്ടുന്നത്. അതോടെ താന്നു പോകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. കർത്താവ് സഭ എങ്ങനെയാണോ ക്രിസ്തുവിൽ വിധേയപ്പെട്ടത് അങ്ങനെ തന്നെയാണ്. ആമേൻ. 23-24 വാക്യത്തിൽ 24 വാക്യം, എഫെസ്യർ 5:24, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ഞാൻ മക്കളെക്കുറിച്ച് പറയുന്നു. അടുത്ത പേജ്. മക്കൾക്ക് മാതാപിതാക്കൾ മാതൃകയുള്ളവരായിരിക്കണം. മക്കളെ നിങ്ങൾ മാതാപിതാക്കളെല്ലാം ശ്രദ്ധിച്ചേ. മക്കളെ എങ്ങനെ പരിപാലിക്കേണ്ടത്? മക്കളെ ഗൗരവത്തോടെ പരിപാലിക്കണം. ഞാൻ സമയം പോയത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. മക്കളെ നിങ്ങൾ ഗൗരവത്തോടെ. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വിഭ്രാന്തിപ്പെടുന്നതുകൊണ്ടോ അരിശപ്പെടുന്നതുകൊണ്ടോ നമ്മൾ ഭ്രാന്ത് കാണിക്കുന്നതുകൊണ്ടോ അവരുടെ ജീവിതത്തിന് മാറ്റമില്ല. ഇവിടെ 4 വാക്യങ്ങൾ ആമേൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ്. ഇത്രയും വാക്യങ്ങളൊന്ന് വായിക്കാമോ? തീത്തോസ് 1:6 നമ്മൾ ഓൾറെഡി വായിച്ചു. എഫെസ്യർ 6:4 വായിച്ചേ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും എന്ത് ചെയ്യണം? അവരെ കോപിപ്പിക്കാതെ. അവിടെയും നമ്മൾ എങ്ങോട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? സഭ ഭർത്താവിനെ ക്രിസ്തുവിലേക്കും ഭാര്യയെ സഭ എന്ന മഹിമയിലേക്കും ചേർത്ത് നിർത്തിയിട്ട് അവിടെയും കുഞ്ഞുങ്ങളെയും എങ്ങോട്ടാ ചേർക്കുന്നേ? കർത്താവിന്റെ ആ ദൃഢമായ ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഈ അരിശപ്പെടുന്നതുകൊണ്ടോ നിങ്ങൾ കോപിക്കുന്നതുകൊണ്ടോ ഇവരിൽ രൂപാന്തരം ഉണ്ടാകുന്നില്ല. ഹലോ, ഞാനിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഇപ്പൊ ഒരു കുഞ്ഞിനെ വെച്ചോണ്ട് നമ്മൾ പഠിക്കടി ഇതുപോലെ 30 എണ്ണത്തെ വെച്ചോണ്ട ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നേ. നമ്മുടെ അത്രയും ഭ്രാന്ത് അവർക്കില്ലല്ലോ. ഉണ്ടോ? അവര് പ്രൊഫഷണലാണ് അല്ലേ? എന്നോടൊപ്പം ഉണ്ടോ നിങ്ങള്? ശ്രോത്രം, അത് ഇങ്ങനെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടുള്ള വിഷമമുണ്ടോ? നമ്മൾ ദൈവ സാന്നിധ്യത്തിനകത്താണ്. ഇത് പിന്നെ എവിടെ പറയാനാ? എല്ലാം തകർന്നു കഴിഞ്ഞ് വരുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കാനല്ല, തകരാതിരിക്കാൻ. ഈ പിള്ളേരോട് അരിശപ്പെടുന്നവരെ, കുഞ്ഞുങ്ങളോട് ചൂടാകുന്നവരെ, നാക്കൊക്കെ കടിച്ച് ചാടി ചെല്ലുമ്പോഴേ അവരനുസരിക്കുന്നതാണോ? നിങ്ങൾ ആ നാക്ക് കടിച്ച് പിള്ളേരോട് നിൽക്കുന്ന ആ ഷേപ്പ് നിങ്ങളത് അങ്ങനെ തന്നെ ഞാൻ ആ കണ്ണാടിയിലൊന്ന് നോക്കണം. നമ്മുടെ ധാരണ എന്ന് പറഞ്ഞാൽ നമ്മള് കുഞ്ഞു പ്രജയും ഞാൻ രാജാവുമാണ്, ആരിശപ്പെട്ട് പഠിച്ചോണെന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മളെ സ്കൂളിലെ ടീച്ചറും തൊട്ടാൽ നമ്മൾ വിടുവോ? ആണോ? നിങ്ങൾ ആദ്യ കയറുക നമ്മളെ കണ്ടിട്ട്. വചനം വളരെ വ്യക്തമായി നമ്മൾ കിടന്ന് ബഹളം. അവരെ നിങ്ങൾ ബാലശിക്ഷയിൽ എന്ത് ചെയ്യണം? ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണം. ബാലശിക്ഷയിലും തിരുവെഴുത്തുമായിട്ട് എപ്പോഴും കുഞ്ഞുങ്ങളെ റിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, ബന്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. കാർട്ടൂൺ കാണിക്കാം, പക്ഷേ ദൈവവചനം കൂടെ പഠിപ്പിക്കണം. ദൈവവചനം പക്ഷെ ഉന്തി മരം കയറ്റിയ ഒരയട്ടെന്ന് ഇത് തഴമ്പായി മാറും. അവൻ പിന്നീട് അനായാസം കയറും. പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യലും കൊണ്ടിരുത്തി പ്രാർത്ഥന പഠിപ്പിക്കണം. ഇത് പാഷമാരുടെ പിള്ളേർക്ക് മാത്രമല്ല, നിങ്ങൾക്കും ബാധകമാണ്. ഗൗരവത്തോടെ പരിപാലിക്കണമെന്ന് 1 തിമോഥെയോസ് 3:4 പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഗൗരവത്തോടെ പരിപാലിക്കണം. ഇവിടെ അപ്പന്മാര് വഴക്ക് പറയുന്നത് പിള്ളേർ തലനെല്ലി ചിരിക്കുകയാണ്. അവരതിനകത്ത് ആ സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല. ഈ ലോത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഉൽപ്പത്തി 19:14 പറയുന്നുണ്ട്. ലോത്ത് വന്നിട്ട് സീരിയസ് ആയിട്ട് കാര്യം പറയാം. മക്കളെ, ദേശം നശിക്കാൻ പോവാ, തീ വരാൻ പോവാന്ന് പറഞ്ഞപ്പോഴേ
ഇത് തീയിടാൻ പോവാ, നമുക്ക് രക്ഷപ്പെടാം, നമുക്ക് പോകാം, ഇറങ്ങടാ പോ എന്ന് പറയുമ്പോഴേ മരുമക്കളെല്ലാം കൂടി ഇരുന്നോണ്ട് പറയാ ആണ് അമ്മായിയപ്പൻ കളി പറയുന്നത്. അതാണ് 19:14. നമ്മൾ ഗൗരവമായ കാര്യം പറയുമ്പോഴും പിള്ളേർക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഈ സാധനം കൈ പിടിച്ചോണ്ട് അവരോട് പറഞ്ഞത്, എടി നീ ഒന്ന് ഓഫാക്ക്, അച്ഛ ആദ്യം നീ ഓഫാക്ക്. നമ്മൾ ഇതും പിടിച്ചോണ്ട് മൂലയ്ക്ക് ഇരുന്നോണ്ടാ മൊബൈൽ താത്തു വെച്ചേ, ആദ്യം നമ്മൾ താത്തു വെക്കൂ. അമ്മൻ പറ, ആദ്യം നമ്മളതിന് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കൂ. മാതാപിതാക്കളുടെ അധികാരത്തോടെ പറയാം, കുഞ്ഞുങ്ങൾ വഴിപിഴയ്ക്കാതിരിക്കണമെങ്കിൽ മാതൃകയുള്ള ഒരു ആത്മീയ ജീവിതം നിങ്ങൾ കാഴ്ചവെക്കണം. നിങ്ങൾ അറിയാത്ത ദൈവസാന്നിധ്യത്തിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തില്ല. നിങ്ങൾ അറിയാത്ത കൽപ്പനയിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തില്ല. ഞാൻ അവസാനത്തെ വരെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവരെ നിങ്ങൾ തടുക്കരുത്. അബ്രഹാം കേട്ട കൽപ്പനയിലേക്കാണ് സ്വന്തം തലമുറയെ കൊണ്ടുവന്നത്. അബ്രഹാം അറിഞ്ഞ ദൈവ സാന്നിധ്യത്തിലേക്കാണ് സ്വന്തം തലമുറയെ എത്തി. താൻ കേട്ടു വച്ചാ നിയമം തലമുറ യാഗം കഴിക്കണമെന്ന്, അവിടേക്കാ തലമുറ എത്തിച്ചേ. ആദ്യ ബന്ധം നിങ്ങളും ദൈവമായിട്ടുണ്ടാകട്ടെ. ആരാധനയ്ക്ക് പോകുന്ന പറഞ്ഞ് തള്ളി വിടും, പക്ഷെ നമ്മൾ ഈ ഏറിയയിലോട്ട് വരില്ല. പഠിക്കാതിരുന്ന് നോക്കി നമ്മൾക്ക് വിഷം വരില്ലേ? നമ്മൾ ഒരു ചോറ് കഴിക്കാതിരുന്ന് നമുക്ക് വിഷം വരും. അവരെ നമ്മൾ വലിയ ആഹാരങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും അല്ലേ? വലിയ ബോൾ പോലെ, ഇങ്ങനെ ബോംബ് പോലെ നമ്മൾ ഉരുട്ടി അവരെ തൃപ്തരാക്കും. പക്ഷേ ദൈവവചനം പഠിപ്പിക്കുന്നതിൽ അത്രയും ദാഹം എടുക്കാറില്ല. അവരെ ഗൗരവത്തോടെ വരും. കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങൾ അനുസരണമുള്ളവരും വിശ്വാസത്തിൽ നിൽക്കുന്നവരുമായ കുഞ്ഞുങ്ങളായി മാറണം. മാതാപിതാക്കൾ മാതൃകയുള്ളവരായി തീരണം. ഹല്ലേലൂയ പറയാമോ? ഞാൻ അതിപ്രധാനമായ 2 കുടുംബങ്ങളെ ഒടുവിലായി പരിചയപ്പെടുത്തുന്നു. 2 കുടുംബങ്ങൾ. ഈ ചിത്രത്തിൽ 2 കുടുംബങ്ങളെ കാണാം. ആരൊക്കെയത്? ഒന്ന് ലോത്തിന്റെ കുടുംബം, നോഹയുടെ കുടുംബം അല്ലേ? 2 കുടുംബങ്ങൾ. എന്താ ഈ 2 കുടുംബങ്ങളുടെ പ്രത്യേകത? നമ്മുടെ കുടുംബങ്ങളുമായി സ്വയപരിശോധന ചെയ്യണം. 2 കുടുംബങ്ങൾ. ഇവിടെ 2 കുടുംബമാണ്. ഒന്ന് ലോത്തിന്റെ കുടുംബം, 2 നോഹയുടെ കുടുംബം. ലോത്ത് തകർന്ന കുടുംബത്തിന്റെ പ്രതിനിധിയാണ്. നോഹ രക്ഷപ്പെട്ട കുടുംബത്തെ. എവിടെല്ലാം രക്ഷ പരാമർശിക്കുന്നുണ്ടോ അവിടെല്ലാം നോഹയുടെ പേരും ചേർത്ത് വച്ചിട്ടുണ്ട്. എവിടെല്ലാം നാശവും വലച്ചിലും പറയുന്നുണ്ടോ അവിടെ ലോത്തിന്റെ ചരിത്രവും വെച്ചിട്ടുണ്ട്. ആമേൻ. ലോത്ത് ബന്ധപ്പെട്ടിറങ്ങുകയാണ്. എടാ പോ, പർവ്വതത്തിലേക്ക് പോ, രക്ഷപ്പെടാൻ പോ, ന്യായവിധിയുടെ തീയിൽ നിന്ന് രക്ഷപ്പെടെന്ന് പറയുമ്പോൾ അവൻ ബന്ധപ്പെട്ടിറങ്ങി. ഷെരോ നോഹ അങ്ങനല്ല, അവൻ പൂർണ്ണ അനുസരണം ദൈവത്തോട് കാണിച്ചു. ആമേൻ. മാത്രമല്ല, നിങ്ങൾ നോക്കിയേ, ആമേൻ, ലോത്തിന്റെ മക്കൾ നശിച്ചു, ലോത്തിന്റെ ഭാര്യ നശിച്ചു, ലോത്തിന്റെ മക്കൾ നശിച്ചു. പക്ഷെ നോഹയുടെ ഭാര്യയും രക്ഷപ്പെട്ടു, മക്കളും രക്ഷപ്പെട്ടു. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളിൽ നിങ്ങളുടെ കുടുംബം, ചേമാരല്ല ശ്രദ്ധിച്ച്, പുരുഷന്മാരല്ല ശ്രദ്ധിച്ച്, നിങ്ങളിൽ നിങ്ങളുടെ കുടുംബം അടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മനോഭാവങ്ങൾ അവർ തകരാൻ പാടില്ല. നിങ്ങളുടെ ഇടപാടുകൾ, കുടുംബങ്ങൾ തകരാൻ പാടില്ല. നമ്മുടെ ചിന്താഗതികൾ, തലമുറകൾ തകരാൻ പാടില്ല. നോഹ ഒരാളുടെ ചുവടുവയ്പ് ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹമായി മാറി. പക്ഷെ ലോത്തിൻ്റെ ബന്ധപ്പെട്ടുള്ള ഇറക്കം ഒരു കുടുംബം വലഞ്ഞു പോവുകയാണ്. മാത്രമല്ല നോക്കി, അമ്മേൻ ലോത്തിൽ തൻ്റെ ഭാര്യ അടങ്ങിയിരുന്നു. നോഹയിൽ തൻ്റെ ഭാര്യയും മക്കളും അടങ്ങിയിരുന്നു. ലോത്ത് തനിയായിപ്പോയി. ഇവർ 2 പേരും ഒരുമിച്ചാണ് തുടങ്ങിയത് അല്ലേ? ലോത്ത് കുടുംബത്തോടു കൂടെ തുടങ്ങിയത്, അവസാനിച്ചത് ഒറ്റയ്ക്കാണ്. ഒരുമിച്ചാണ് ഇവർ ഇറങ്ങിയത് തന്നെ ബന്ധപ്പെട്ട. പിന്നെ ഓട്ടവോ, അച്ഛാ മുന്നേ, അമ്മ പുറകെ. അച്ഛൻ്റെ അത്രയും ഒരു പെർഫെക്ഷൻ അമ്മാമ്മയ്ക്ക് വന്ന് അമ്മ പുറകിൽ, പിള്ളേര് കൂടെ. ഇടയ്ക്ക് ഓടി 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 ഓട്ടത്തിനിടയ്ക്ക് ഒരു സൗണ്ട് ഇല്ല. ആരുടെ സൗണ്ട് ഇല്ല? ഭാര്യയുടെ സൗണ്ട് കേൾക്കുന്നില്ല. ഒന്ന് തിരിഞ്ഞു നോക്കി, നീ എന്ത് ചെയ്യുന്നു പോലും തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. മുമ്പോട്ട് തന്നെ ഓടി എത്തപ്പെട്ടിട്ടും ഭാര്യ നശിച്ചു, തലമുറകളും അന്യപ്പെട്ടു പോയി. എല്ലാം ആസ്വദിച്ച്, ലോകത്തിൻ്റെ സുഖം മുഴുവനും ആസ്വദിച്ചിട്ട്, ദൂത് പറഞ്ഞിട്ടും കളി പറയുന്നതെന്ന് തോന്നുന്ന മരുമക്കളും ഒപ്പം ഓടിയിട്ട് പാപത്തിൻ്റെ ആഴത്തിലേക്ക് ചെന്ന് വീഴുന്ന തകരുന്ന കുടുംബം പോലെ ആകാതെ നോഹയുടെ കുടുംബം പോലെ ലോകം മുഴുവനും തകരുമ്പോഴും നോഹയുടെ പെട്ടകത്തിൻ്റെ പ്രത്യേകത ആന കയറിയതൊന്നും അല്ല കേട്ടോ.
നോഹയുടെ പെട്ടകത്തിൻ്റെ പ്രത്യേകത ആന കയറി, സിംഹം കയറി, മലമ്പാമ്പ് കയറി, ആമ കയറി, ഇതൊന്നുമല്ല. സ്വന്തം ഭാര്യയും മക്കളും അകത്ത് കയറി എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ സക്സസ്. അവരാരംഭവും ഒന്നിച്ചാണ്, അവസാനവും ഒന്നിച്ചാണ്. നമ്മുടെ കുടുംബങ്ങൾ ദൈവത്താൽ ഭദ്രമാക്കപ്പെടേണ്ടുന്നത് അനിവാര്യമാണ്. കുടുംബ ബന്ധങ്ങളെ തകർത്ത് കളയാൻ പിശാച് ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ നോഹയുടെ കുടുംബത്തിൻ്റെ വക്താക്കളായിട്ടല്ല, ആമേൻ, നമുക്ക് ദൈവം വാഴുന്ന, ക്രിസ്തു വാഴുന്ന, ദൈവ സാന്നിധ്യം വാഴുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. ചേർന്നൊരാമേൻ പറയാമോ? എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുടുംബത്തിൻ്റെ മർമ്മം നിങ്ങൾ ഒന്നാണെന്ന പാഠമാണ്. ക്രിസ്തു നൽകിയ പാഠം നിങ്ങൾ ഒരു ശരീരമെന്ന പാഠമാണ്. ഇതിൻ്റെ മഹത്വം ഇത് ദൈവം അവരെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? ദൈവം അവരെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പക്ഷെ അവരെന്തായി മാറി? ഇരുവരും ഒരു ദേഹമായി മാറി. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദേഹത്തിൻ്റെ മർമ്മം ഉടയുകയും വെറും ആണും പെണ്ണും മാത്രമായി കഴിയുകയാണ്. ആണിൻ്റെ വികാരം പ്രകടിപ്പിക്കുന്നു, പെണ്ണിൻ്റെ വികാരം. നിങ്ങൾക്കാകുമെങ്കിൽ എനിക്കുമാകും, നീ പറഞ്ഞാൽ ഞാനും പറയും, നീ ചിന്തിച്ചാൽ ഞാനും അങ്ങനെ ചിന്തിക്കും, നീ അടിച്ചാൽ ഞാനും അടിക്കും. വെറും ആണും പെണ്ണും മാത്രമായി കഴിയുമ്പോൾ, വെറും ആണും പെണ്ണും കൂടെ നയിക്കുന്ന ഒരു സംവിധാനമല്ലിത്. പുരുഷനും സ്ത്രീയും കൂടെ ഒന്നിച്ചിട്ട് അവർ രണ്ട് ഘടന ഒരു ദേഹം എന്ന മർമ്മത്തിലേക്ക് വന്ന്, അതാണ് കുടുംബജീവിതം. ഇന്ന് ആ ഐക്യത നഷ്ടപ്പെട്ടു, സ്നേഹം നഷ്ടപ്പെട്ടു, പരാതികളും പരിഭവങ്ങളും ഒക്കെയായി നമ്മുടെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ അതുണ്ടാകാൻ പാടില്ല. കുടുംബങ്ങളെല്ലാം ദൈവത്താൽ സൂക്ഷിക്കപ്പെടണം. ന്യായവിധിയുടെ വെള്ളങ്ങൾ, ന്യായവിധിയുടെ തീ സമൂഹത്തെ മുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ളതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം. കുടുംബം സംബന്ധമായി എന്തെങ്കിലുമൊക്കെ തകർച്ചയോ വേദനയോ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഈ സമയം നിയോഗിതരാണ്. ആമേൻ. കുടുംബമായി വന്നവർ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കരമുയർത്തിയാട്ടെ. സ്തോത്രം. നമ്മുടെ സാഹചര്യങ്ങൾ അനുവദനീയമല്ല എങ്കിലും നിങ്ങളൊന്ന് ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. നിങ്ങൾ ഒന്നിച്ചൊന്ന് മുമ്പോട്ട് കടന്നു വരാമോ? കുടുംബം അല്ല, അപ്പോൾ മറ്റുള്ളവർക്കും വിഷമമാവും, കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ തന്നെ നിന്നോളൂ, നിങ്ങൾ അവിടെ തന്നെ നിന്നോ. എങ്കിലും നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും, ഞാനത് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ വേദനപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. നമ്മൾ മീറ്റിങ്ങുകൾ ആശീർവാദം പറഞ്ഞ അനന്തരമായി ദയവായി നിങ്ങൾ കുടുംബങ്ങൾ മുൻപോട്ട് കടന്നു വരണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോവുകയുള്ളൂ. ആമേൻ. എന്തെങ്കിലുമൊക്കെ വേദനകൾ കുടുംബ ബന്ധങ്ങളിൽ തലമുറകളെ ചൊല്ലിയോ നിങ്ങളുടെ കുടുംബജീവിതത്തിലോ എന്തെങ്കിലുമൊക്കെ വേദനകളോ ശൂന്യതകളോ അനുഭവിക്കുന്നവർ, ഞാനിവിടെ പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളോ രോഗങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഈ ആലയത്തെ ഒരു കോടതി മുറി പോലെയാക്കി നിങ്ങൾക്ക് വേണ്ടി പരിഹരിക്കേണ്ടതെല്ലാം പരിഹരിക്കാൻ ദൈവം വിശ്വസ്തനായി നമ്മുടെ നടുവിൽ. എല്ലാം തകർന്ന വക്കിലായിരിക്കാം, പക്ഷെ ഇവിടം കൊണ്ട് ഇന്ന് പകൽ നന്നായി ചിലത് ആരംഭിക്കാൻ ദൈവം നിങ്ങളെ പണിയാൻ ഏൽപ്പിക്കുന്നു. ഒരു നല്ല ഭർത്താവായി പെരുമാറാൻ കഴിഞ്ഞിട്ടില്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ കർത്താവേ അങ്ങ് നൽകുന്നൊരു സമയം ഒരു നല്ല ഭർത്താവായി പെരുമാറാൻ ആ ക്രിസ്തുവിൻ്റെ മനസ്സോടെ ഞാൻ നിൽക്കും എന്ന് തീരുമാനിക്കുന്നവർ ദയവായി നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ആമേൻ. സഭ ക്രിസ്തുവിന് കീഴടങ്ങിയതുപോലെ, വിധേയപ്പെട്ടതുപോലെ ഒരു നല്ല ജീവിതത്തിനായി ഞാനും എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന സഹോദരിമാർ ദയവായി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ആമേൻ. ഐക്യതയോടെ നിൽക്കുന്ന കുടുംബങ്ങളെ തകർക്കാൻ ഒരന്ധകാര മണ്ഡലങ്ങൾക്കും അനുവാദമില്ല. ആമേൻ. ഒരന്ധകാര ശക്തികൾക്കും അനുവാദമില്ല. ആമേൻ. നമ്മളെ പണിയാൻ ദൈവം നമ്മളൊന്ന് വിധേയപ്പെടാം. ഒരു കളിമണ്ണ് പോലെ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ വിദൂരങ്ങളിൽ നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ കരം അത്ഭുതങ്ങളായി ചലിക്കട്ടെ. നിങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരങ്ങൾ അത്ഭുതങ്ങളായി ചലിക്കട്ടെ. നിങ്ങളുടെ കൂടാരങ്ങളിൽ